Good morning everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian and welcome to our Hindu editorial analysis of 2nd November 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 3 ദിവസം അല്ലേ 3 ദിവസം ശരിക്കും പറഞ്ഞാൽ എഡിറ്റോറിയൽ ഇല്ലായിരുന്നു. സൺഡേ കൂടെ കൂട്ടി ഇപ്പോൾ 4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ എഡിറ്റോറിയൽ എല്ലാവരും ഒന്ന് കാണുന്നതല്ലേ. ഫസ്റ്റ് ടൈം ഇതുവരെ നമ്മൾ എഡിറ്റോറിയൽ തുടങ്ങിയിട്ട് ഈ ഒരു വർഷം 1.25 വർഷമൊക്കെ കൂട്ടാം. ആ ഒരു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര ഒരു ലോങ് ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ദിസ് ബ്രേക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് ബ്രേക്ക്, യെസ് ഓഫ് കോഴ്സ്, അതിന് ശേഷം നമ്മൾ കാണുന്നതാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസ്. ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൊക്കാബുലറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ നമുക്ക് നമ്മുടെ റീഡിംഗ് എബിലിറ്റിക്ക് ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കണ്ടേ, ഗ്രാമർ സ്ട്രക്ചറൊക്കെ ഒന്ന് പാച്ചപ്പ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് തുടങ്ങാം. ഇന്നത്തെ കോട്ട് ഇതാണ്, ചിന്തിക്കാനുള്ള ഒരു കോട്ട് ഇതാണ്. വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ ലൈഫ് ഈസ് വെൻ യു ഫൈൻഡ് ദ കറേജ് ടു ലെറ്റ് ഗോ ഓഫ് വാട്ട് യു കാൺ ചേഞ്ച്. നമ്മുടെ ലൈഫിലെ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടല്ലോ. നമുക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വളരെ മുഹൂർത്തങ്ങളുണ്ട്. ചിലർക്ക് വളരെ കുറച്ചായിരിക്കും. അപ്പോൾ അതിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നാവുന്നൊരു മൊമെൻറ്റ് എന്താണെന്നറിയോ? നമുക്കൊരു ധൈര്യം ഉണ്ടാവുകയാണ്. നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം. എന്തിനാണ്? നമ്മുടെ കയ്യിലല്ല കൺട്രോൾ. എന്നെക്കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. എനിത്തിങ് അറ്റ് ഓൾ, എനി സിറ്റുവേഷൻ അറ്റ് ഓൾ. അതിനെന്ത് ചെയ്യുക? ലെറ്റ് ഗോ, വിട്ട് കളയാതെ അല്ലേ. അത് നമ്മുടെ കയ്യിലിരിക്കില്ല, അത് നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നമ്മളെക്കൊണ്ട് ഒരു രീതിയിലും അതിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ യു മസ്റ്റ് ഹാവ് ദ കറേജ് ടു ലെറ്റ് ഇറ്റ് ഗോ. വിട്ട് കളയണം അത്. അല്ലാതെ അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. നത്തിങ് ഹാപ്പൻസ്. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നമുക്ക് തന്നെയാണ്, നമ്മളെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് വേണ്ട, ലെറ്റ് ഗോ അല്ലേ. നമ്മളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ഗോ ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ എഡിറ്റോറിയൽ. അപ്പോൾ ഇനി മിസ് ചെയ്യില്ല, ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ അല്ലേ. ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇവിടെ. നമുക്കിപ്പോൾ എല്ലാവർക്കും എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നില്ലേ, എഡിറ്റോറിയലൊക്കെ എടുത്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു ഇതിലൂടെ ഇന്ന് നമുക്ക് ആ ബാക്ക് ടു അവർ നോർമൽ രീതി, നമ്മുടെ രീതിയിലോട്ട് പോകാം. എന്നും 8:30 എഡിറ്റോറിയൽ കാണുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക, അങ്ങനത്തെ കാര്യത്തിലോട്ട് പോകാം. ഇല്ലെങ്കിൽ സംഭവം പണിവാളും അല്ലേ. ലെറ്റ്സ് മൂവ്. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടോ? Attendant ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡെയിലി ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. ക്വിസസ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് പോലെ എക്സാം വൈസും ഉണ്ട്. അപ്പോൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, മുന്നോട്ട് പോകണം. SSCയുടെ എക്സാംസിനെ പറ്റി അറിയാലോ. 1 to 13th 1 മുതൽ 13 തീയതി വരെയുള്ള സമയങ്ങളിലാണ് നമ്മുടെ SSCയുടെ എക്സാംസ് വരാൻ പോകുന്നത്, CHSLൻ്റെ. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ സമയമില്ല. നമ്മൾ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. പഠിച്ച് നല്ല പ്രിപ്പറേഷനോട് കൂടി ഇപ്പോൾ എക്സാം എഴുതിയാൽ നമുക്ക് ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. കാരണം ഒരുപാട് ന്യൂ എക്സാം നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ IB ഇന്റലിജൻസ് ബ്യൂറോയുടെ നിങ്ങൾ കണ്ടു തന്നെ ഇരിക്കും. അതുകൂടാതെ നിങ്ങൾ കാണാം GDയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ CHSL വരുന്നു, CHSL വന്നു, MTS വരുന്നു, SSCയുടെ തന്നെ. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നു. അതുപോലെ അതൊന്നും മിസ്സാവരുത്. നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്ട്സ് ഒന്നും മിസ്സാവട്ടാവരുത്. ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ SSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, കോർട്ട് എക്സാംസ് ആയിക്കോട്ടെ, ദേവസ്വം ബോർഡിൻ്റെ ആയിക്കോട്ടെ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ, 2 ആർട്ടിക്കിൾ എന്നും അല്ലേ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. 2 ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിൾ ബ്രസീലിൽ വീണ്ടും ഒരു പിങ്ക് ടൈഡ് വന്നു. പിങ്ക് ടൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ലെഫ്റ്റിസ്റ്റ്, അതായത് ഇടതുപക്ഷ ഒരു വേവ് എവിടേക്ക് വന്നിരുന്നു? ബ്രസീലിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയാണ് ബ്രസീൽ. അപ്പോൾ ബ്രസീലിൽ ഇപ്പോൾ പുതിയതായിട്ട് ലുല ഡി സാൽവിയ, യെസ്, അങ്ങേര് വീണ്ടും കറപ്ഷൻ ചാർജുമായിട്ട് അകത്ത് പോയേക്കുമായിരുന്നു. അങ്ങനെ വീണ്ടും പുള്ളി ഭരണത്തിലോട്ട് വരുന്നു. അതാണ് ഇന്നത്തെ ന്യൂസ് അല്ലെങ്കിൽ ഇന്നത്തെ ആർട്ടിക്കിൾ ഒന്ന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നമ്മൾ അതല്ല. അപ്പോൾ സെക്കൻഡ് കമ്മിങ് അല്ല നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു 2ാമത്തെ വരവാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. പക്ഷേ അത് അറിഞ്ഞിരിക്കട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ബ്രസീലിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഒരു ഇൻ്റർനാഷണൽ ഒരു അവയർനെസ്സിന് വേണ്ടി നിങ്ങൾക്കൊന്ന് വായിച്ചിരിക്കാം. അപ്പോൾ സെൽഫ് റീഡിങ്ങിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ്. പൊളിറ്റിക്സ് റിലേറ്റഡ് ആർട്ടിക്കിളുമാണ്. വായിച്ചു നോക്കാം. അതല്ലാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ഈസ് അബൌട്ട് റേപ്പ് വിക്ടിംസ് ആണ്. ഇപ്പോൾ റേപ്പ് വിക്ടിംസിന് എതിരെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ റേപ്പ് വിക്ടിംസ് ആയവരെ, സർവൈവേഴ്സിനും വിക്ടിംസിനും എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലേ. നിയമം, സൊസൈറ്റി എല്ലാം നമുക്കെതിരാ, ഇങ്ങനെയുള്ളവർക്കെതിരാ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെതിരെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഡീറ്റെയിൽ ആയ ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഇന്ന് നമ്മളത് വായിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ആർട്ടിക്കിൾ എന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ?
അപ്പോൾ തിരിച്ച് ഓരോരുത്തരായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ലെറ്റ്സ് മൂവ് ടു അവർ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് ഒക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് മൂവിങ് ടു അവർ ആർട്ടിക്കിൾ, അതും കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്പോട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻ നോക്കാം കേട്ടോ. അപ്പോൾ ഉഷാറായിട്ട് അങ്ങ് പോവാം. ആദ്യത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കിയേ. ആദ്യത്തെ വേർഡ് ഫ്രേസസ് ആണ് കം ഫോർവേഡ്, മുന്നോട്ട് വരിക അല്ലേ. ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വരികയല്ലേ. കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? അതായത് നമ്മളങ്ങ് വോളണ്ടിയർ ചെയ്യുക, അല്ലാതെ വേറെ ആരും പറഞ്ഞൊന്നും വരുമൊന്നും വേണ്ട, ആരും എന്നെ പറഞ്ഞൊന്നും വേണ്ട, എനിക്ക് തന്നെ വരാൻ അറിയാം അല്ലേ. അതാണ് കം ഫോർവേഡ്. യു വോളണ്ടിയർ, അതിനെയാണ് നമ്മൾ കം ഫോർവേഡ് എന്ന് പറയാം കേട്ടോ. കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ പറയില്ലേ, ഈ നിയമത്തിൻ്റെയൊക്കെ ഒരാളുടെ മുമ്പോട്ട് വന്ന് നമ്മളൊരു സാക്ഷി പറയാനൊക്കെ വരില്ലേ, അതിനെ കം ഫോർവേഡ് എന്ന് തന്നെയാണ് ഈ ലീഗൽ ടേമിൽ പറയാം കേട്ടോ. കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ വോളണ്ടിയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത സബ്ജക്റ്റ് ടു ഫ്രേസ് ആണ്. ഇറ്റ്സ് സബ്ജക്റ്റ് ടു ഒരു ഫ്രേസ്. സബ്ജക്റ്റ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ ഒരു ഫ്രേസ് പ്രപ്പോസൽ ഫ്രേസ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഉപയോഗിച്ചതിന് ശേഷം അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് കേസാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ക്ലാസ് പഠിപ്പിക്കും എപ്പോഴും പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരുന്നതിനാൽ നിങ്ങൾക്ക് അതിന് ശേഷം ഒരു നൗണോ പ്രൊനൗണോ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ജെറണ്ട് ഇട്ട് കൊടുക്കാം എന്നൊക്കെ ഞാൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സബ്ജക്റ്റ് ടു ക്രിറ്റിസിസം, സബ്ജക്റ്റ് ടു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സബ്ജക്റ്റ് ടു മോറൽ പോലീസിങ്, ING ഫോം ജെറണ്ട് വരാം, അതിൽ പ്രശ്നമില്ല. ING ഇൻ ദ സെൻസ് ജെറണ്ട് വരാം അങ്ങനെ. അപ്പോൾ സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ അഫക്റ്റഡ് ബൈ, നമ്മളൊരാളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സഫർ ഫ്രം, സെയിം സാധനമാണ് അഫക്റ്റഡ് ബൈ അല്ലെങ്കിൽ സഫർ ഫ്രം എന്നാണ് നമ്മുടെ എന്തിൻ്റെ അർത്ഥം, സബ്ജക്റ്റ് ടു എന്ന ഫ്രേസിൻ്റെ അർത്ഥം. മറക്കണ്ട കേട്ടോ. അടുത്ത് കേട്ട് പരിചയമുള്ളതാണ്. ഇപ്പോൾ സബ്ജക്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, കം ഫോർവേഡും കേട്ടിട്ടുണ്ട്. അടുത്ത ഇൻ പ്ലേസ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്, കം ഓൺ എവ്രി വൺ, എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ വാ റെഡി, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സോ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ റെഡിയാണ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സംഭവം സെറ്റാണ്, അതാണ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ. പ്രോപ്പർലി പ്ലേസ്ഡ് ആണെന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, റെഡിയാണ്, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ സംഭവം സെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഇൻ പ്ലേസ് എന്ന ഫ്രേസ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രേസാണ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി. പ്രോപ്പർലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് ഇൻ പ്ലേസ് എന്ന് നമ്മൾ പറയാം. അടുത്ത ഒരു ഫ്രേസ് പിടിച്ചോളൂ. ഓൺ ദി ഗ്രൗണ്ട്, നിലത്താണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാ അർത്ഥം? ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അറ്റ് ദ പ്ലേസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഇമ്പോർട്ടൻസ്, എവിടെയാണോ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ പ്രാധാന്യമുള്ളത് അവിടെ. ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അറ്റ് ദ പ്ലേസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്കൊരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യമുള്ള ഒരു മേഖല ഏതാ, ആ പ്ലേസ് ഓൺ ദി ഗ്രൗണ്ട്. അതിനാണ് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് ഓൺ ദി ഗ്രൗണ്ട്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഗുഡ് മോർണിംഗ് പീപ്പിൾ, ഹൺഡ്രഡ്സ് ഓഫ് വോളണ്ടിയേഴ്സ് ഹാവ് കം ഫോർവേഡ് ടു ഓഫർ ദ ഹെൽപ്പ്. ഗ്രേറ്റ് സെൻറ്റൻസ്. അവിടെ നോക്കിയേ, അപ് ടു സംബഡി, ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. നീയാ തീരുമാനിക്കണം, ഞങ്ങളല്ല. ഇറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് ഓൺ യു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ ബി ഡിസൈഡഡ് ബൈ എ പെർട്ടിക്കുലർ പേഴ്സൺ, അല്ലെങ്കിൽ ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഉത്തരവാദിത്വം ഇപ്പം നിൻ്റെ, ഇറ്റ്സ് അപ് ടു യു എന്ന് പറഞ്ഞാൽ നീ തീരുമാനിക്കുക. ഇറ്റ്സ് യുവർ ഇറ്റ്സ് ഓൾ അപ് ടു യു. ഇതെല്ലാം ഇനി നിൻ്റെ കയ്യിലിരിക്കുന്നത്, നമുക്കറിയത്തില്ല, ഇതൊക്കെ നീ വേണം തീരുമാനിക്കാനായിട്ട്, എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. ഇറ്റ്സ് അപ് ടു യു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു യൂസേജാണ്, ഒരു ഫ്രേസാണ് അപ് ടു സംബഡി എന്ന് പറഞ്ഞാൽ. ഡിസൈഡഡ് ബൈ എ പെർട്ടിക്കുലർ പേഴ്സൺ, ആ ആളാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ടു ടേക്ക് എ ഡിസിഷൻ. തീരുമാനം എടുക്കേണ്ടത് ഇനി പുള്ളിയാണ് എന്ന രീതിയിലാണ് നമ്മൾ അപ് ടു സംബഡി. ആ സംബഡി നിർത്തി നമുക്ക് ആരും അപ് ടു യു, അപ് ടു ഹിം, ടു ഹെർ, അപ് ടു റിൻ ടു, അപ് ടു റിജിൻ, എനിത്തിങ് എന്തും പറയാം. അതാണ് അപ് ടു സംബഡി എന്ന് പറയുന്നത്. അടുത്തത് പോൾസ്റ്റർ, കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും പോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഈ പോൾസ് കണ്ടക്ട് ചെയ്യില്ലേ നമ്മൾ, ഒപ്പീനിയൻ പോൾസ് കണ്ടക്ട് ചെയ്യില്ലേ, ആ ഒപ്പീനിയൻ പോൾസ് കണ്ടക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യും കണ്ടക്ട് ചെയ്യുക ഓർ അനലൈസ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾസ്റ്റർ. POLLSTER, വൺ ഹു കണ്ടക്ട്സ് or analysis opinion polls. Opinion polls കണ്ടക്ട് ചെയ്യുകയോ അനലൈസ് ചെയ്യുന്ന ആളെ നമുക്ക് വിളിക്കാം പോൾസ്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? യെസ്. The palatable lunch is in place at the restaurant. Great. All right. The proposal is not quite in place. Is not ready അല്ലേ? ഓക്കെ, അത് കൊള്ളാം. Politicians come forward to serve society in a place, healthy community. In place, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടോ? അവിടെ ഒരു ഗ്രാമാറ്റിക്കൽ ഇനാക്യുറസി ഉണ്ട്. ഇങ്ങനെ കൊടുക്കാം, പൊളിറ്റീഷ്യൻസ് കം ഫോർവേഡ് ടു സെർവ് സൊസൈറ്റി ഇൻ പ്ലേസ്, ടു സെർവ് സൊസൈറ്റി റെഡി. അവിടെ സെർവ് എന്ന ഇവിടെ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ റെഡിയാണ് എന്നുള്ളടത്തല്ല. അപ്പോൾ അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ അല്ല, ഇവിടെ അഡ്ജക്റ്റീവ് അല്ല, അഡ്വേർബ് അല്ലേ വേണ്ടത്. സൊസൈറ്റി ഇൻ പ്ലേസ് ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ടു എ ഹെൽത്തി കമ്മ്യൂണിറ്റി എന്ന് കൊടുത്തു, എന്നാലും കുറച്ചുകൂടി ഗ്രാമാറ്റിക്കൽ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ടു എ ഹെൽത്തി കമ്മ്യൂണിറ്റി കൊടുത്താൽ സെറ്റാവും. ഐ കെ നോട്ട് ബ്ലെയിം എനിബഡി ബിക്കോസ് ഐ കം ഫോർവേഡ് ടു ചൂസ് ദിസ് ജോബ്. ദാറ്റ്സ് ഗ്രേറ്റ്. എൻ്റെ ഐഡിയ ആയിപ്പോയി അല്ലേ അനുവേ, എൻ്റെ ഐഡിയ ആയിപ്പോയി, എന്താ ചെയ്യാല്ലേ. ഇറ്റ്സ് അപ് ടു യു വെദർ ടു ബി ഓൺ ദ ഗ്രൗണ്ട് ഓർ നോട്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ലിസ്റ്റ് സ്ട്രെസ് ഇസ് സബ്ജക്റ്റഡ് ടു
criticism for the current scenario of Britain. Yes. Government directed all the people to come forward to join drug-free Kerala campaign. അതെ, കഴിഞ്ഞ ദിവസം drug-free Kerala, ലഹരി വിമുക്തമായ അല്ലേ ഒരു കേരളം, കിനാശ്ശേരിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് പറഞ്ഞ് ഇന്നലെ ഒരുപാട് എടുത്തിട്ടല്ലേ, നവംബർ 1, 66 വർഷം കേരളം അല്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നു. യെസ്, ഒരു ദിവസത്തേക്ക് ഒതുങ്ങി പോകാതിരിക്കട്ടെ തോന്നുന്നു. അടുത്ത ലിവ് അപ് ടു. എന്താണ് ലിവ് അപ് ടു? ലിവ് അപ് ടു എന്ന് പറഞ്ഞാൽ ലിവ് അപ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ, ഫുൾഫിൽ എക്സ്പെക്റ്റേഷൻസ്. ആരുടെ ഒരു സ്റ്റാൻഡേർഡിനൊപ്പം നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് നമ്മുടെ ഒരു നെട്ടോട്ടമില്ലേ, അതാണ് ലിവ് അപ് ടു. ഡോണ്ട് ലിവ് അപ് ടു അതേഴ്സ് ഡ്രീംസ്, ലിവ് അപ് ടു യോഴ്സ്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഫുൾഫിൽ ചെയ്താൽ മതി. നിനക്ക് നിന്നോട് തന്നെ ഒരു ഇതുണ്ടാവില്ലേ, എനിക്ക് ഇവിടം വരെ എത്തണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, അതുള്ള. ഡോണ്ട് ലിവ് അപ് ടു അതേഴ്സ് ഡ്രീംസ് ഓർ അതേഴ്സ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ലിവ് അപ് ടു. ഫുൾഫിൽ എക്സ്പെക്റ്റേഷൻസ് എന്നാണ് നമുക്ക് ലിവ് അപ് ടു എന്ന് പറയാം. അത് ബ്രിങ് അബൌട്ട്, കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഫ്രേസൽ വേർബാണ്. ബ്രിങ് അബൌട്ട് കോസ് സംതിങ് ടു ഹാപ്പൻ. ഒരു കാരണമാകുക, എന്തൊരു കാര്യം നടക്കാൻ നമ്മൾ കാരണമാകുക. കോസ്, അതിന് കാരണമാകുക. കോസ് സംതിങ് ടു ഹാപ്പൻ, അതിനാണ് ബ്രിങ് അബൌട്ട്. ലെറ്റ്സ് ബ്രിങ് അബൌട്ട് ടു ചേഞ്ച് എന്നൊക്കെ പറയല്ലേ ആ സാധനം. ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇൻ പ്ലേസ് ഓൺ ദ ടേബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. ഹി ഓൾവേസ് ചൂസസ്. ചൂസിൻ്റെ സ്പെല്ലിംഗ് അതുല ചോസ് ആണ് ഇത് കേട്ടോ. CHOSC എന്ന് പറയുന്നത് പാസ്റ്റൻസാണ്. ചൂസിൻ്റെ പാസ്റ്റൻസ്. ഓക്കെ, ചൂസിൻ്റെ പ്രസൻറ്റ് ടെൻസ് ചൂസ് തന്നെ കൊടുത്തിട്ട് എസ് ഇട്ട് കൊടുക്കുക, മീൻസ് സിംഗുലർ കൊടുക്കണമെങ്കിൽ. ചൂസസ്, CHOOSES, ചൂസസ് ടു ബി ഓൺ ഗ്രൗണ്ട് കേട്ടോ. അതില്ല, the organization came forward to render the sufficient support in place for the indigenous people when they are subjected to alleviation. All right, that's great. Are you up to the challenge? Yes, I am. Parvati, good morning. Srija, good morning. Predictions of pollsters were wrong about the outcome of election. All right, that's great. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഇന്നത്തെ ഫ്രേസൽ വേർബ്സ് ആൻഡ് വൺ വേർഡ്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സാധനം തന്നെ. കം ഫോർവേഡ്, സബ്ജക്റ്റ് ടു, ഇൻ പ്ലേസ്, ഓൺ ദി ഗ്രൗണ്ട്, അപ് ടു സംബഡി, പോൾസ്റ്റർ, ലിവ് അപ് ടു, ബ്രിങ് അബൌട്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, നമ്മുടെ ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സ്. ഓർത്ത് വെച്ചോണം കേട്ടോ. യാ, നന്ദിഷ നമസ്കാരം. ഇറ്റ്സ് അപ് ടു യു വൈൽഡ് പർച്ചേസിങ് ഓൺലൈൻ പ്രോഡക്ട്സ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ വേർഡ്സിലോട്ട്, അല്ല മറ്റ് സിനോണിംസ് ആൻറ്റണിംസിലോട്ടൊക്കെ പോകാം. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കൊക്കെ ഉള്ളതായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, ബാക്ക് ടു 17% അഗൈൻ. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ കോഡ് അല്ലേ, Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. SSCയുടെ CGLൻ്റെ സെക്കൻഡ് ബാച്ച് 50 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ 100+ അഡ്മിഷൻ കഴിഞ്ഞു ഓൾറെഡി. ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യുക. കാര്യം പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ച് തുടങ്ങണം ഇപ്പോൾ തന്നെ. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്തവണത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. 20+ എന്ന് പറഞ്ഞാൽ 30 നിൽക്കില്ല ഇത്തവണ. SSC CGL മാത്രം, അത് മാത്രം നമ്മളെടുത്താൽ 30 നിൽക്കില്ല. അത്ര മാത്രം വേക്കൻസി ഉണ്ട് ഇത്തവണ. അപ്പോൾ CGL അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാം പോയി എഴുതണം. വെറുതെ പോയി എഴുതിയിട്ടും അതിനത് എക്സാം പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് 1.5 മാസം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടേ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണിക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റും, ആ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷടപടിയും ജോയിൻ ചെയ്തോളാം. ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട് ഉഷാറായിട്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് പോകാം. അതുപോലെ SSC GDയുടെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടവർ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇറ്റ്സ് എ ഫേസ് ഫോർ അപ്ലിക്കേഷൻ ആൻഡ് നവംബർ 14 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ GDക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. കോഡ് അറിയാലോ നിങ്ങൾക്ക്. എപ്പോഴും ഡിസ്കൗണ്ട് വേണ്ടി യു കൻ യൂസ് മൈ കോഡ് Y314 ഉപയോഗിക്കാം. 15% ഡിസ്കൗണ്ട് കൂടി കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ക്ലാസ്സിൽ വരെ ക്ലാസ് കൂടുക, കൃത്യമായിട്ട് പഠിച്ചു പോവാം, ജോലി മേടിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പോവാം വേർഡ്സ്. ഹിയർ വി ഗോ. ആദ്യത്തെ വേർഡ് ഇതാണ്, ഗ്രൂസം. കേട്ട് പരിചയമുള്ളതാണ് ഗ്രൂസം എന്ന് പറഞ്ഞാൽ. വളരെ എന്താ പറയുക, വളരെ ഞെട്ടിപ്പിക്കുന്ന എന്നാണ് ഗ്രൂസം എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൊറിഫിക് ആയിട്ടുള്ള, ഫ്രൈറ്റ്ഫുൾ, ഗ്രിസ്ലി, ഗാസ്ലി എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. ഗ്രൂസം ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തല്ലേ മനുഷ്യൻ പേടിപ്പെടുത്തുന്ന ആക്ടിവിറ്റി. നമ്മളിപ്പോൾ നരബലിയെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് എ ഗ്രൂസം ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗ്രൂസം ഇൻസിഡൻറ്റ്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞ, പണ്ടൊക്കെ നമ്മൾ കേൾക്കില്ലേ നരഭോജികൾ എന്നൊക്കെ പറയുന്നത്, നരഭോജികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാം. അപ്പോൾ ആൻഡമാനിലൊക്കെ നരഭോജികൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാനിറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടുവേ, അങ്ങനെയൊക്കെ ഇപ്പോഴും ആൾക്കാരുണ്ടോ, അത് തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കും. അപ്പോൾ പിന്നെ നരബലി നടത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടായിരിക്കുമോ. അപ്പോൾ അതാണ് നമ്മൾ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ. അടുത്തത് ഇംപെഡിമെൻറ്റ്. നൗണാണ് ഇംപെഡിമെൻറ്റ്, കേട്ട് പരിചയമുണ്ടായിരിക്കും. തടസ്സം, അതാണ് ഇംപെഡിമെൻറ്റ്. ഹിൻഡ്രൻസ്, ഒബ്സ്റ്റിക്കിൾ, ബാരിയർ, ബ്ലോക്ക്
എന്നൊക്കെ പറയാം. ഒബ്സ്റ്റക്കിൾ, ഒബ്സ്ട്രക്ഷൻ, ബാരിയർ, ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാലാണ് ഇംപെഡിമെൻറ്റ് എന്ന വാക്കിനർത്ഥം. ഇറ്റ് ഈസ് എൻ ഇംപെഡിമെൻറ്റ് ടു യുവർ സക്സസ് ഓർ ഇറ്റ് ഈസ് എൻ ഇംപെഡിമെൻറ്റ് ടു യുവർ സ്റ്റഡീസ്. എൻ്റെ പഠനത്തിലൊരു തടസ്സമാണല്ലോ ഇത് എന്ന് പറയല്ലേ. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഓർ TV എന്തൊക്കെ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇംപെഡിമെൻ്റ് ആണ്, ഒരു ഹിൻഡ്രൻസ് ആണ്, ഒരു തടസ്സമാണ്. ദാറ്റ് ഈസ് ഇംപെഡിമെൻറ്റ്. യാ. അടുത്തത് ഗ്രോസ്. ഇറ്റ് വാസ് ഗ്രോസ് എന്ന് പറയുന്നത് കേൾക്കാം. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ ഗ്രോസിന് രണ്ടർത്ഥമാണ്. ഒന്ന്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന അർത്ഥത്തിൽ പറയില്ലേ, കംപ്ലീറ്റ്, ടോട്ടൽ, എൻറ്റയർ എന്ന അർത്ഥത്തിലുണ്ട്. അല്ലാതെ ഗ്രോസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ, നമ്മൾ എന്താ പറയുക, വളരെ മോശം ആൻഡ് ഇറ്റ് ഈസ് എവിഡൻറ്റ്, ഫ്ലാഗ്രൻ്റ് ആയിട്ടുള്ള, ഫ്രാഗ്രൻ്റ് അല്ല ഫ്ലാഗ്രൻ്റ് ആയിട്ടുള്ള, ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള, അതായത് എവിഡൻറ്റ്, അത്ര മോശമൊന്നും എവിഡൻറ്റ്, ബ്ലേറ്റൻ്റ് ആയിട്ട് കണ്ണ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും. സോ എവിഡൻറ്റ്, അത്ര ക്ലിയർലി എവിഡൻ്റ് ആയിട്ടുള്ള മോശമായ ഒരു സാധനത്തിനാണ് ഗ്രോസ്. ഇറ്റ്സ് ഗ്രോസ്, യുവർ ബിഹേവിയർ ഇസ് ഗ്രോസ് എന്നൊക്കെ നമ്മൾ പറയാം. ആ സാധനം ഗ്രോസ് കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ കണ്ടീഷൻസ് ആണ്, അത് വളരെ എവിഡൻ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഗ്രോസ്. രണ്ടർത്ഥമുണ്ട് ഗ്രോസിന് അഡ്ജക്റ്റീവായിട്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അർത്ഥം വരുമ്പോൾ ടോട്ടൽ, എൻറ്റയർ എന്ന അർത്ഥവും വരും. അടുത്തത് വേർബായിട്ട് നമുക്ക് ഗ്രോസ് ഉപയോഗിക്കാം. വേർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഓഫ് കോഴ്സ് പുതിയതൊന്നുമല്ല. ഏൺ ചെയ്യുക, മേക്ക് ചെയ്യുക, ദാറ്റ് വാട്ട് ഗ്രോസസ് വേർബായിട്ട് വരുമ്പോൾ. സോ യൂസേജ് ശ്രദ്ധിച്ചോണം. ഗ്രോസ് എന്ന വേർബിൻ്റെ മീനിങ് ഏൺ, മേക്ക് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ അല്ലേ? യാ, നോക്കാം. Yes, we need to live up to our dream. Yes, Amrita, we need to. She was in place to go for shopping. That's great. She was ready. All right. Rahule, namaskaram. Good morning. Each decision taken by you is subject to direction of your life. Yes, Anoop. Modi called for a detailed probe to bring about the reason behind the Mobi Bridge collapse in Gujarat. Yes, very good morning, Ranju. ഷാരൻ മർഡർ കേസും അടുത്തൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഹവ മോളെ, ഗുഡ് മോർണിംഗ്. ഐ ഡോണ്ട് പ്രിഫർ ഗ്രൂസം മൂവീസ് യൂഷ്വലി. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹി ടുക്ക് എ ലീവ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഹിസ് ഹെൽത്ത്. ഓക്കെ, ഓൺ ദ ഗ്രൗണ്ട് ബേസ്ഡ് ഓൺ ഓക്കെ ഫൈൻ. ഗ്രൂസം ഇൻസിഡൻസ് ആർ ഇൻക്രീസിങ് ഇൻ കേരള. യെസ്, ഇൻക്രീസിങ് ഇൻ കേരള ആണോ അതോ അത് പുറത്തോട്ട് വരുന്ന ഇപ്പോഴാണോ എന്ന് നമുക്കറിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഐ ഹാവ് ബീൻ ഹിയറിംഗ് ഗ്രൂസം ന്യൂസ് റീസെൻറ്റ് ഇയേഴ്സ് മൈ ഡിയർ. അല്ല ഹിയറിംഗ് എന്ന് പറയില്ല കേട്ടോ, കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിനക്ക് പറയത്തില്ല. ഐ ബീൻ ലിസ്ണിംഗ് ടു കൊടുത്തു, ഇൻറ്റൻഷണൽ ആയിട്ടുള്ള, അത് സ്റ്റേറ്റ് വേർബ് അല്ല, ആക്ഷൻ വേർബാണ്. ഹിയർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേർബ്. അവിടെ നിനക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ശരത്തെ അപ്പം നിൽക്കും പിടിക്കാം. ഐ ബീൻ ലിസ്ണിംഗ് ടു ഗ്രൂസം ന്യൂസ് റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ് മൈ ഡിയർ എന്ന് കൊടുക്കാം കേട്ടോ, അല്ലാതെ വെറും റീസെൻറ്റ് ഇയേഴ്സ് കൊടുക്കല്ലേ. പിന്നെ കൊളാപ്സ് ഓഫ് മോബി ബ്രിഡ്ജ് വാസ് എ ഗ്രൂസം calamity. Yes, it was. The ghost house was a gruesome experience. Okay, John, that's right. It was a gruesome incident. Great. Bad weather made an impediment for the rescue operation. All right, Sonal. It came out to be a gruesome incident when a common Indian girl murdered her boyfriend. Okay. The murder of Sharon Raj was gruesome. Yes, it was. അല്ലേ? ഞെട്ടിപ്പിക്കുന്ന വേറൊരു ന്യൂസ് അടുത്തത്. എന്താ ചെയ്യുക എന്ന് പറയാം. അടുത്ത് നോക്കി പിള്ളേരെ, റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി. നമ്മളെ ബാക്കോട്ട് കൊണ്ടുപോകുന്ന, അതാണ് റിഗ്രസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പിൻവലിക്കുന്ന, അല്ലെ ബാക്ക് ഡേറ്റഡ് ആയിട്ടുള്ള, ബാക്ക്വേർഡ് ആയിട്ടുള്ള എന്നാണ് റിഗ്രസീവ് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് എന്നൊരർത്ഥമുണ്ട്. ഡിക്രിമെൻ്റൽ എന്നുണ്ട്. ഇൻക്രിമെൻ്റൽ മുന്നോട്ടല്ലേ, ഗ്രാജുവൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ ഇൻക്രിമെൻ്റൽ ഓപ്പോസിറ്റാണ് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് വലിക്കണം, റിവേർട്ടിങ്, റിട്രോഗ്രസീവ്, ബാക്ക്വേർഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് റിഗ്രസീവ് കേട്ടോ. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ബാക്കോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് ചില കാര്യങ്ങൾ പിന്നെ നമ്മൾ ബാക്കോട്ട് കൊണ്ട്, ചില ന്യൂസ് കേൾക്കുന്നുണ്ട്, നമ്മളെന്താ ബാക്കോട്ട് കൊണ്ടിരിക്കണോ എന്ന് ചിന്തിക്കില്ലേ, അതുപോലെ റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്, ഡിക്രിമെൻ്റൽ, റിവേർട്ടിങ്, റിട്രോഗ്രസീവ് എന്നൊക്കെ തന്നെ സിനോണിംസ് ഉണ്ട്. അടുത്ത അലിഗേഷൻ അല്ലേ. ദർ വാസ് എൻ അലിഗേഷൻ അഗൻസ്റ്റ് യു. നിനക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ട് കേട്ടോ, നിനക്കെതിരെ ഒരു ക്ലെയിം ഉണ്ട് കേട്ടോ. അസേർഷൻ, ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് അലിഗേഷൻ. അലജ് എന്ന് പറയില്ലേ, അലജ് എന്ന വേർബിൻ്റെ നോൺ ഫോർമുലേഷനാണ് അലിഗേഷൻ. അറിയാലോ, അലിഗേഷൻ കേട്ട് പരിചയമുണ്ടല്ലോ, ആദ്യമായിട്ടൊന്നും കേൾക്കുന്ന സാധനമല്ലോ. അലജ് എന്ന വേർബിൻ്റെ നോൺ ഫോർമുലേഷൻ, അലജാണ് വേർബ്, അലിഗേഷൻ നൗൺ ആണ് കേട്ടോ. ഓർത്ത് വെച്ചാൽ ക്ലെയിം, അസേർഷൻ, ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ്, ലെറ്റ്സ് മൂവ്. Mobile phones are often considered impediment while studying. Yes, ആണ് തടസ്സങ്ങൾ അല്ലേ. Nowadays, Jews is a gruesome thing in our Kerala. Okay, all right. Sometimes age is the impediment for the live up to what? Live up to wishes, desires, അങ്ങനെ വിടുന്നു കേട്ടോ. His convictions about religion is gruesome. All right. He came forward with a polemic
with a polemic that she brings about the rancor incident in order to live up to her avaricious life. Okay, പഠിച്ച എല്ലാ വേർഡ്സും ഒന്നും ഇട്ടിട്ടുണ്ടല്ലോ വിനു ഇന്ന്. വയലൻറ്റ് സീൻസ് അല്ലടാ, വയലൻ്റ് സീൻസ് കേട്ടോ. വയലൻറ്റ് സീൻസ് എന്ന് പറഞ്ഞു, വയലൻസ് ഓൾറെഡി നൗൺ അല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വയലൻറ്റ് സീൻസ് എന്ന് കൊടുക്കണ്ട നന്ദീശ, എങ്ങനെ കൊടുത്താൽ മതി? ദ വയലൻറ്റ് സീൻസ്, വയലൻറ്റ് അഡ്ജക്റ്റീവ് കൊടുക്കുക. സീൻസ് ഇൻ വിക്രം മൂവി വാസ് എക്സ്ട്രീംലി ഗ്രൂസം. ഓക്കെ, ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. അടുത്തോട്ട് പോവാം. അഫ്രണ്ട് ഇന്നത്തെ ഒരു വേർഡാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. നമ്മളിത് ആദ്യമായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എഡിറ്റോറിയൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ് അഫ്രണ്ട്. അഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നെഗറ്റീവ് വേർഡാണ് ഇൻസൾട്ട്. ഇറ്റ് വാസ് എൻ അഫ്രണ്ട് ടു മൈ ലൈഫ്, ഓർ ഇറ്റ് വാസ് എൻ അഫ്രണ്ട് ടു മീ. എന്നോട് എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയിപ്പോ കേട്ടോ. ഒഫൻസ്, ഇൻഡിഗ്നിറ്റി എന്ന്. അപ്പോൾ അഫ്രണ്ട് ചെയ്യുക മീൻസ് ഒരാളെ ഒഫൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നാണം കെടുത്തുക, മോട്ടിഫൈ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സോ അഫ്രണ്ട് ചെയ്യുക ഓർ അഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുക അല്ലേ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഡോണ്ട് ലെറ്റ് എനി ഇംപെഡിമെൻറ്റ് ടു റിഗ്രസ് യു ഫ്രം ഗ്രോസിങ് large sum of money. Okay, earning large sum of money. All right. I can't get rank file even I make it 18th strand because she has been taking impediments against me. Taking impediments എന്ന് പറയില്ല. She has been imposing impediments. എനിക്കെതിരെ തടസ്സങ്ങൾ കൊണ്ടുവെക്കുക, ഇമ്പോസ് ചെയ്യുക എന്ന് കൊടുത്തോ ശരത്തെ കേട്ടോ. I can get rank first എന്ന് പറയില്ല, ഇങ്ങനെ കൊടുക്കാം. ഒരു ചെറിയൊരു മാറ്റം വരുത്താം. I can't get first rank even I make 18th strategy because she has been imposing impediments against me. Allegations against him have no grounds. Great. Although the allegations were against the culprit, the court's decision to declare freedom to him leads to critical arguments amongst the society. All right. It took over 2 months to disprove the allegation. Great. In some humans, spiritual concept is gruesome and mental attitude. Great. അതെ, സ്പിരിച്വാലിറ്റി എന്താണെന്ന് പലർക്കും അറിയില്ല, അവിടെയാണ് പ്രശ്നം. നമ്മുടെ നരബലിക്ക് അങ്ങനത്തെ. യെസ് ആവാം മോളെ. ബാഹുബലി ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി ഇൻ ഇന്ത്യ. ഏർണിംഗ് അല്ലേ? ഓക്കെ ഫൈൻ. ക്യാരക്ടർ ഓഫ് റിഗ്രസീവ് പീപ്പിൾ ആർ അൺപ്ലാറ്റബിൾ. യെസ് ഇറ്റ് ഈസ്. ഹർ ഫ്രണ്ട് ഇസ് ഓൾവേസ് അഫ്രണ്ട് ഹിം. ഈസ് ഓൾവേസ് അഫ്രണ്ട് ഹിം വരില്ല. അനുപമ ഈസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ V1 വരില്ലല്ലോ. ഈസ് ഓൾവേസ് അഫ്രണ്ടിങ് ഹിം കൊടുക്കുക. ഹർ ഫ്രണ്ട് ഈസ് ഓൾവേസ് അഫ്രണ്ടിങ് ഹിം കൊടുക്കുക. ഈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബി ഫോമുലേഷൻ കൊടുത്ത് ING ഫോം കൊടുത്തു. ഓക്കെ, ഡോണ്ട് അഫ്രണ്ട് ഹിം പബ്ലിക്ലി. ദാറ്റ്സ് ഗ്രേറ്റ്. യു കാൻ മേക്ക് എനി അലിഗേഷൻസ് അഗൻസ്റ്റ് അലിഗേറ്റേഴ്സ്. അലിഗേറ്റേഴ്സ് കൊള്ളാം. ഹ്യൂമാനിറ്റി ഈസ് റിഗ്രസീവ് നൗഡേയ്സ് as people are busy in adapting different cultures. Adapting different cultures. Adapting. Yes. Don't affront others. Okay, that's great. Don't offend others. He likes to affront her in front of his relatives. Great. Amber heard affronted herself. Heard insulted. Felt insulted. Better word is felt insulted. Yeah, John. Amber felt affronted herself in the defamation case against Johnny Depp. Okay. Allegation against him is not true as I deemed. Okay. Hisham was reluctant to go to school following the affront he faced last day. That's great. അടുത്ത നോക്കിയേ. ഹാബിച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്കസ്റ്റം ചെയ്യുക, ശീലമായി പോകുക അല്ലേ. ഒരു ഹാബിച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനോട് ശീലമാകുക അല്ലേ. അക്കസ്റ്റം ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്ലിമറ്റൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ഹാബിച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനോട് ശീലമാകുക, നമ്മൾ പൊരുത്തപ്പെട്ടു പോകുക. ദാറ്റ് ഈസ് വാട്ട് ഹാബിച്വേറ്റ് ഈസ്. ഹാബിറ്റായി മാറുക. വേർബാണ്, ഓർത്തോണം. ഹാബിച്വൽ എന്ന അഡ്ജക്റ്റീവാണ്, ഹാബിച്വേറ്റ് എന്ന് പറയുന്ന വേർബാണ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത കൺസെൻറ്റ് കൊടുക്കുക, ഓർ കൺസെൻറ്റ് എന്ന നൗണും ഉണ്ട് അല്ലേ. സമ്മതം, മമ്മദസ കൺസെൻറ്റ്. അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അസെൻറ്റ്, അതാണ് കൺസെൻറ്റിൻ്റെ അർത്ഥം. വേർബായിട്ട് വരുമ്പോൾ അലോ ചെയ്യുക, അഗ്രി ചെയ്യുക, സാങ്ഷൻ ചെയ്യുക അല്ലേ. സാങ്ഷൻ എന്ന അർത്ഥത്തിന് പണിഷ് എന്നൊരർത്ഥമുണ്ട്, പെനൽറ്റി എന്നൊരർത്ഥമൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ നമുക്ക് അതിൻ്റെ അർത്ഥം പോസിറ്റീവ് സെൻസിലാണ്, അഗ്രി ചെയ്യുക എന്നർത്ഥമാണ്. അടുത്ത stringent rules must be implemented എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഇതിനൊക്കെതിരെ നല്ല കടുകട്ടി നിയമം കൊണ്ടുവരണം, അപ്പോഴാണ് ഇവരൊക്കെ ശരിയാവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്ന ക്രൂര കൃത്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്. സോ stringent മീൻസ് സ്ട്രിക്റ്റ്, ഫേം, റിജിഡ് അല്ലെങ്കിൽ റിഗറസ്, സിവിയർ എന്നൊക്കെയാണ് stringent എന്ന വാക്കിൻ്റെ അർത്ഥം, മറക്കണ്ട. അടുത്ത സ്റ്റിഗ്മ. എന്താ സ്റ്റിഗ്മ? സോഷ്യൽ സ്റ്റിഗ്മ. ഓ ഗോഡ്, എന്താ റിൻഡു ഇത്? ഷെയിമാണ്. എന്നെ അറിയാതെ ചാടിക്കറി വന്നത്, എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പരീക്ഷിക്കുകയാണോ നീ അല്ലേ. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഷെയിം, നാണക്കേട്. ഡിസ്ഗ്രേസ്, ഡിസോണർ, സ്റ്റെയിൻ, ബ്ലെമിഷ്. നാണക്കേട് അതാണ് കേട്ടോ സ്റ്റിഗ്മ. സോഷ്യൽ സ്റ്റിഗ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ നാണക്കേട്, ഷെയിം, ഡിസ്ഗ്രേസ്, ഡിസോണർ, സ്റ്റെയിൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കൊരു നാണക്കേട് പറയില്ലേ, അതാണ് സ്റ്റിഗ്മ. മറന്നു നോക്കരുത് കേട്ടോ, ഓർത്തോ.
His draconic remark affronted her. Great. He persistently presses the point against the culprit to confirm a stringent punishment. Great. Morning, Irfana. Once you become habituated to it, success will follow. That's great. Though there was a regressive approach from his parents regarding his studies, he succeeded in attaining a good job. പിന്നല്ല അല്ലേ? അപ്പോൾ പിള്ളേരെ ഇത്രയും പേര് ലൈവിലുണ്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്തെടുക്കുക പിള്ളേരെ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. പകുതിയിലെ ഒരംശം അല്ലേ? ഇത്രയും പേര് വന്നതിൽ അഞ്ചിലൊരംശം പോലും ലൈക്ക് ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് സോ ഗ്രോസ്. വളരെ മോശമായ ഒരു കാര്യമാണ്. ഇങ്ങനെയാണോ നമ്മൾ? ഇങ്ങനെയല്ല നമ്മൾ. ഇങ്ങനെ ആവരുതടാ മലയാളികൾ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നോക്കാം. My dear child, a friend is the most invaluable investment around the world because it makes a failed man into the victory. That's great. Being the literate state, Keralites are affronted by many other states. Offended. Yes. Moving on. Her stringent family is not seeking her consent for the marriage. I can't habituate his stringent behavior. That's great. I can't adjust. എനിക്ക് പറ്റില്ല ഇവന് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലേ? Laws should be stringent in order to preempt social stigma. Yeah. Okay. സുമി, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. അടുത്തതാണ് അതിന് മുമ്പ് IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ SA, EXE, MTS ഒക്കെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നവംബർ 17 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. 2600 സംതിങ് ആണ് എമൗണ്ട്. നിങ്ങൾക്ക് പക്ഷേ 70% ഡിസ്കൗണ്ടിൽ കിട്ടും. നിങ്ങൾക്ക് കോഡ് ഉപയോഗിക്കാം Y314. 2400 സംതിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ VFA BEVCO LTയുടെ ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിന്ന് നവംബർ 2 നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഫോർ VFA ബെവറേജ് LT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ അടുത്ത മാസം നമ്മുടെ റിസൾട്ട് വരും. അപ്പോൾ അതിനു മുമ്പ് റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്ന കയ്യിൽ നിന്ന് പോവേ. അപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കത് പഠിച്ചിരിക്കണം. ഇപ്പോഴേ പഠിച്ചു വെക്കുക. മാറ്റി വെക്കാനുള്ള സമയം നമുക്കില്ല. VFA BEVCOയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന 10th മെയിൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ടൈം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് കേട്ടോ. താമസിപ്പിക്കേണ്ട ഇനി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ Y314 മറക്കേണ്ട കോഡ് ഉപയോഗിച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. ആൻഡ് ഫൈനലി ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് എന്ന് പിടിച്ചോ. കൺവിക്ഷൻ. ഇങ്ങനൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഇറ്റ്സ് മൈ കൺവിക്ഷൻ. അതാണ് എൻ്റെ കൺവിക്ഷൻ. അക്കോർഡിംഗ് ടു ഹിസ് കൺവിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. രണ്ടർത്ഥമുണ്ട് കൺവിക്ഷനെ. ഒന്ന് കൺവിക്റ്റ് ചെയ്യുക അല്ലേ? കൺവിക്റ്റ് ചെയ്യുക, ഒരു കോൺവിക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ. കോൺവിക്റ്റ് എന്ന് കുറ്റവാളി എന്നാണ് അർത്ഥം. കൺവിക്ഷൻ പോലെ കുറ്റം വിധിക്കുക, സെൻറ്റൻസ് ചെയ്യുക, ജഡ്ജ്മെൻറ്റ്, അതാണ് നൗൺ ആയിട്ട് കൺവിക്ഷൻ പറയുക. അല്ലാതെ ബിലീഫ്, ഒപ്പീനിയൻ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് കൺവിക്ഷന്. അപ്പോൾ കുറ്റം വിധിക്കുക അല്ലെ, സെൻറ്റൻസ് ചെയ്യുക, ശിക്ഷിക്കുക എന്ന വേർബ്, കൺവിക്റ്റ് ചെയ്യുക എന്ന വേർബ് ഇതിനുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഓർത്തണം. വേർബും നൗണും പഠിച്ചു വെക്കണം. കാരണം അതിൻ്റെ യൂസേജ്, പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ യൂസേജ് അറിയാതെ പോയാൽ പരീക്ഷയുടെ സമയത്ത് നമ്മൾ പെടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ഗ്രാമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോകണം. അല്ലെങ്കിൽ നമ്മുടെ സംഭവം കയ്യിൽ നിന്നിരിക്കില്ല. അപ്പോൾ കൺവിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുക, പ്രൂവ് ഗിൽറ്റി എന്നാണ്. അപ്പോൾ കൺവിക്ഷൻ ശിക്ഷിക്കപ്പെടുക, സെൻറ്റൻസ് ശിക്ഷിക്കപ്പെടൽ, ജഡ്ജ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ കോൺവിക്റ്റ് എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട്. കോൺവിക്റ്റ് ഈസ് ഫോർ എ പേഴ്സൺ. എന്താണ്? കുറ്റവാളി എന്നർത്ഥവും കോൺവിക്റ്റ് എന്ന വാക്കിനുണ്ട്. സെയിം സാധനം. ഈ വേർബിൻ്റെ അതേ സ്പെല്ലിംഗ് ഒക്കെ ഇത് തന്നെയാണ്, ഓർത്താൽ മതി. അടുത്ത് അസ്റ്റോണിഷിങ്. എന്താണ് അസ്റ്റോണിഷിങ്? അടിപൊളി അല്ലേ, സൂപ്പർ എന്നൊക്കെ തോന്നുന്നു. എക്സ്ട്രീംലി സർപ്രൈസിങ്, വളരെ അടിപൊളിയായിട്ട് സർപ്രൈസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇംപ്രസീവ്, അമേസിങ്, അതിനാണ് അസ്റ്റോണിഷിങ്. പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഇറ്റ് വാസ് എൻ അസ്റ്റോണിഷിങ് സക്സസ്, ഇറ്റ് വാസ് എൻ അസ്റ്റോണിഷിങ് പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ സൂപ്പർ ആണ് എന്നുള്ളതിൽ തന്നെ ഒരു എക്സ്ട്രീം സാധനമാണ്, നല്ലൊരു യൂസേജാണ്, അഡ്ജക്റ്റീവാണ്. പിന്നെ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ് ഇൻകംബൻറ്റ്. ഇൻകംബൻറ്റ് നൗണായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കും. ഇൻകംബൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണായിട്ട് പറയുവാണെങ്കിൽ ഹോൾഡർ അല്ലെങ്കിൽ ബെയറർ. നമ്മൾ പറയില്ലേ, ഈ ഒരു സീറ്റിലിരിക്കുന്ന ആൾ, ഇന്ന സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ, ഓഫീസ് ഹോൾഡർ, ഓഫീസ് ബെയറർ ഒക്കെ പറയില്ലേ, അതാണ് നമ്മുടെ ഇൻകംബൻറ്റ് എന്ന നൗണിൻ്റെ അർത്ഥം കേട്ടോ. ബെയറർ അല്ലെങ്കിൽ ഹോൾഡർ എന്നാണ്. ഇങ്ങോട്ട് മാറിപ്പോയി, ഞാൻ തിരിച്ചിട്ട് തന്നേക്കാം. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ബൈൻഡിങ് ആയിട്ടുള്ള, കമ്പൽസറി ആണ്, ഒബ്ലിഗേറ്ററി ആണ്. ബൈൻഡിങ്, അതായത് റിക്വയർഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി എന്നൊരു അർത്ഥമുണ്ട്. അല്ലാതെ കറണ്ട്, ഇപ്പോൾ ഉള്ള, നിലവിലുള്ള അവസ്ഥ എന്നുള്ള രീതിയിൽ കറണ്ട്, എക്സിസ്റ്റിംഗ് എന്നർത്ഥവും ഇൻകംബൻറ്റിനുണ്ട് കേട്ടോ. ഓർത്തോണെ, ഇൻകംബൻറ്റ് എന്ന വാക്കിന് രണ്ടർത്ഥം അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഒന്ന് ബൈൻഡിങ് ആയിട്ടുള്ള, റിക്വയർഡ് ആയിട്ടുള്ള, കമ്പൽസറി ആയിട്ടുള്ള, ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള എന്നൊരർത്ഥമുണ്ട്. അല്ലാത്തത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട്, ഇപ്പോൾ ഉള്ള, നിലവിലുള്ള എന്നർത്ഥത്തിലുണ്ട്. ഇതേ സാധനം ഇൻകംബൻറ്റിനെ ഹീസ് എൻ ഇൻകംബൻറ്റ് ഓഫ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടുത്തെ ഒരു ഓഫീസറാണ്, ഇവിടെ ടേംസ് ആൻഡ് ഇതിൽ വേറെ ചെയ്യുന്നൊരു ഓഫീസറാണ്. ഹീസ് എൻ ഇൻകംബൻറ്റ് ഓഫ് ദിസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓഫീസിലെ ആളാണ് പുള്ളി എന്നുള്ള അർത്ഥത്തിലാണ്, ഇവിടെ ഭരിക്കുന്ന ആളാണ് പുള്ളി. മനസ്സിലായോ? അതാണ് ഇൻകംബൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അവിടെ എൻ്റെ ഇടയ്ക്ക് സെൻറ്റൻസ് വന്നല്ലോ, നോക്കട്ടെ. ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ. പോലീസ് മാൻസോ അല്ല, പോലീസ്. അഞ്ചു പോലീസ് മാൻസ് പറയില്ല, പോലീസ് മെൻ കൊടുത്തോ.
ആർ അഫ്രണ്ട് ഫോർ എ വുമൺ, ആർ അഫൻസ് ഫോർ എ വുമൻ, അല്ലില്ല അങ്ങനെ പറയില്ല. ആർ അഫ്രണ്ടിങ് എ വുമൻ പറഞ്ഞു. പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, വുമൺ എന്ന് പറയുന്ന ഒറ്റ സിംഗുലർ ആണെങ്കിൽ WOMAN മാൻ ആണ്, വുമൺ. വിമൻ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലായി, വിമൻ പ്ലൂറലാണ്, MEN വരുമ്പോൾ പ്ലൂറലാണ്. അപ്പോൾ എ കൂടെ നമ്മൾ പ്ലൂറൽ ഇട്ട് കൊടുക്കില്ല, എയുടെ കൂടെ സിംഗുലർ ഇട്ട് കൊടുക്കുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കണേ. പോലീസ് മാൻസ് പറയില്ല, പോലീസ് മെൻ എന്ന് പറയണം, പ്ലൂറൽ മെൻ ആണ് കേട്ടോ. പോലീസ് മെൻ ആർ അഫ്രണ്ടിങ് എ വുമൺ, WOMAN വുമൺ കൊടുക്കണം കേട്ടോ, ശ്രദ്ധിക്കാം. സ്ട്രിഞ്ചൻ്റ് അല്ലേ. Media have a special interest to affront anybody if the news has high TRP possibility. റേറ്റ് കൂട്ടാൻ അവരെന്തും ചെയ്യും അല്ലേ. കാന്താര turns out to be an epic virtue of ancestral habituate പറയില്ല, ancestral habituation. അഡ്ജക്റ്റീവ് കൊടുക്കുകയാണെങ്കിൽ, നൗൺ കൊടുക്കുകയാണെങ്കിൽ ഹാബിച്വേഷൻ കൊടുക്കട്ടോ. അഡാപ്റ്റേഷൻ ആണെങ്കിൽ കേട്ടോമ്മ ഹാബിച്വേഷൻ, ട്രിഗറിങ് പാട്രിയോട്ടിക് ബിലീഫ്സ് അമംഗ് വ്യൂവേഴ്സ് കൊടുക്കണേ. യു കാൺ ഡിവോഴ്സ് മീ വിതൗട്ട് മൈ കൺസെൻറ്റ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ സ്റ്റിഗ്മ ടു ആസ്ക് ഫോർ മണി, ഇറ്റ്സ് നാണക്കേട് അല്ലേ. ഓക്കെ. വെൻ ഹി അഫ്രണ്ടഡ് ഹിസ് വൈഫ്, everyone in the party came down on him. All right, that's great. Criticized him. Most of the partisans are clear about their spearhead activities, which seems to be which seems അല്ല വിനും, which seem. കാര്യം ആക്ടിവിറ്റീസ് പ്ലൂറൽ അല്ലേടാ, അപ്പോൾ വിച്ച് തൊട്ട് മുമ്പ് ആൻറ്റിസിഡൻറ്റ് പ്ലൂറൽ ആകുമ്പോൾ which seem to be made disgruntlement between them and affronts the name of an affront, which അഫ്രണ്ട്സും വരുന്നത് അഫ്രണ്ട് വരണം, കാരണം രണ്ടും V1 വേണ്ടത്, പ്ലൂറൽ ആയതുകൊണ്ട്. ആക്ടിവിറ്റീസ് ആണ് ഇവിടുത്തെ ആൻറ്റിസിഡൻറ്റ് വന്നേക്കുന്നത് വിച്ചിന് മുമ്പിലുള്ള, അതുകൊണ്ട്. ആൻഡ് അഫ്രണ്ട് ദ നെയിം ഓഫ് പാർട്ടി ഇൻ എ പബ്ലിക് റെഫറൻഡം കണ്ടക്റ്റഡ് വിത്ത് പോൾസ്റ്റർ POLL ഉണ്ട് വിനു. Fahad Fasil received a lot of affronts after his debut movie Kayyettum Doorathu. Okay, insults. Okay. Believing superstition things. അല്ല, സൂപ്പർസ്റ്റീഷൻ എന്ന് പറഞ്ഞ നൗണാണ്. അപ്പോൾ പാർവതി അതിനെ എങ്ങനെ നിനക്ക് അഡ്ജക്റ്റീവായിട്ട് കൊടുക്കണം? സൂപ്പർസ്റ്റീഷ്യസ് കൊടുത്തേ. ബിലീവിങ് സൂപ്പർസ്റ്റീഷ്യസ് തിങ്സ് ഇൻ അവർ ഹൈ ലിറ്ററസി റേറ്റ് സൊസൈറ്റി മേക്ക് സ്റ്റിഗ്മ ആൻഡ് റിഗ്രഷൻ ഇൻ ഫ്രണ്ട് ഓഫ് വേൾഡ് എന്ന് കൊടുക്കാം. അപ്പോൾ സൂപ്പർസ്റ്റീഷ്യസ് തിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ബിലീവിങ് സൂപ്പർസ്റ്റീഷൻസ് എന്ന് കൊടുക്കുക. തിങ്സ് അവിടെ വേണ്ട, കാരണം സൂപ്പർസ്റ്റീഷൻ ഓൾറെഡി നൗണല്ലേ, പിന്നെ അതിനവിടെ കൊടുക്കേണ്ട കാര്യമില്ല. സൂപ്പർസ്റ്റീഷ്യസ് തിങ്സ് കൊടുക്കണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇറ്റ് ഇസ് ഹിസ് ഹാബിച്വേറ്റ് ദാറ്റ്, ഇറ്റ് ഇസ് ഹിസ് ഹാബിച്വേറ്റ് അല്ല, ഇറ്റ് ഇസ് ഹിസ് ഹാബിറ്റ്. ഹാബിച്വേറ്റ് വേർബ് അല്ലേ, ഹാബിച്വേറ്റ് വേർബ്. അഡാപ്റ്റേഷൻ എന്ന അർത്ഥത്തിലാണ് ഹാബിച്വേഷൻ എന്ന് കൊടുത്തോ, ഹാബിച്വേറ്റ് ചെയ്യുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഹാബിറ്റ് എന്ന് കൊടുക്കുക, ശീലമാണെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുക. ഇറ്റ് ഇസ് ഹിസ് ഹാബിറ്റ് ദാറ്റ് ഹി ഓൾവേസ് അഫ്രണ്ട് ഹിസ് കൊളീഗ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, ദാറ്റ് ഹി ഓൾവേസ് അഫ്രണ്ട്സ് കൊടുക്കണം കേട്ടോ ജിനു. ഹി സ്റ്റിൽ സഫർ ഫ്രം സ്റ്റിഗ്മ, he still suffer the stigma of having rejected from the first short film. Okay, ഹവമോളെ, I pity you for the dirty game. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഹവമോളുടെ ഞാൻ തിരുത്താൻ വിട്ടുപോയി. ഹി സ്റ്റിൽ സഫർ അല്ല, സഫേഴ്സ്. ഹി എന്ന് പറയുന്നത് സിംഗുലറാ, അപ്പോൾ വേർബ് സിംഗുലർ ഉണ്ട്, അത് മാത്രം ശ്രദ്ധിക്കുക. ഹി സ്റ്റിൽ സഫേഴ്സ്, പിന്നെ ഫ്രമ്മും ഉണ്ട് അവിടെ, ഒരു സഫറിൻ്റെ കൂടെ ഫ്രം ഉണ്ട്. സഫേഴ്സ് ഫ്രം ദ സ്റ്റിഗ്മ ഓഫ് ഹാവിങ് റിജക്റ്റഡ് ഒക്കെ സെറ്റാ. ഫ്രം ദ rejected for the first short film. Yeah. I pity you for the dirty game you have played in this case. I pity you for the dirty game you played in the case. Is manipulated അല്ല, that manipulated one against habitual offenders. കേട്ടോ, അവിടെ that എന്ന റിലേറ്റീവ് പ്രോണൗൺ കൊടുക്കുന്ന ശരത്തെ അപ്പോഴത്തെ കറക്റ്റ് ആവുള്ളൂ. I pity you for the dirty game you have played in the case that manipulated one against habitual offenders. കേൾക്കണേ. Her conviction about the issue was quite astonishing. Yes, Grishma was convicted after the officials proved that she committed a gruesome crime. All right, it was an astonishing visit. Yes, incumbent rules need to be changed. Yes, document verification is a incumbent procedure alla, is an obligatory procedure. An incumbent alle John, e sound is vowel sound aanu, vowel sound ne an kodukka ട്ടോ. പ്രൊസീജിയറിൻ്റെ സ്പെല്ലിംഗ് കൂടെ ശ്രദ്ധിക്കണേ. PROCEDUR, 2 E ഇല്ല പ്രൊസീജിയർക്ക്, ഒരു E ഉള്ളൂ. I think marriage is not a license to oversee each other or either. That's great. You are incumbent to show the documents. Yes, you are obligatory അല്ലേ, you are obligatory to ആണ്. ഓക്കെ, അവിടെ ഒരു പ്രശ്നമുണ്ട് നന്ദീഷ. നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് നീ കൊടുക്കുന്നത് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ്, ഇങ്ങനെയല്ല. ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ടു ഷോ ദ ഡോക്യുമെൻറ്റ് അല്ലേ.
You are responsible എന്നൊരു അർത്ഥത്തിലല്ലല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, it is incumbent to show the documents എന്ന് കൊടുക്കാം. The elder one was appointed to oversee the group. Great. We have to confront many situations where our conviction is only the driver. Yes. Though it was an astonishing love story, yet they part away with mutual consent after living a short span of married life. Marriage life allada, we knew married life. Keto. Despite the court's decision to punish the convict, prosecutor's cheesy approach to lubricate the case turns out to be an anomaly in the trajectory of the probe. Great. Your conviction about crime was right. I will give you the day of astonishment. Okay. The consumption of the vocabulary is an incremental process. Yes, it is. Part D name alle. മിസ്സേ അവിടെ പറയുന്ന അതാ എസ് കൊടുത്ത് ഇത് മറ്റേ ഇത് അവിച്ചിൻ്റെ ആണോ? അല്ലല്ലല്ല, അവിടെ നീ കണ്ടോ നമ്മുടെ സബ്ജക്റ്റ് അവിടെ എപ്പോഴും എന്താ ആൻറ്റിസിഡൻ്റ് ആയ ആക്ടിവിറ്റീസ് ആണ്, അതാണ് കേട്ടോ. യു ആർ ഓൾവേസ് ഇൻ ദ ക്രോസ് ഓഫ് ഈച്ച് അതേഴ്സ് of others due to your convictions. There is a conviction that those 4 men were not even produced in the court. All right. Belief അല്ലേ. Kids can't eat ice cream without their parents' consent, especially during rainy season. Superstitious or superstitious? Okay, yeah, there is an astonishing entry of the film star in her wedding event. That's great. Virat Kohli made an astonishing comeback recently. Yes, it was incumbent for him to attend the meeting as he had the responsibility to oversee it. Yes, a state trainee always querulous about his overseas stigma. Overseas അല്ല, ഓവർസിയറിൻ്റെ ഓവർസിയേഴ്സ് സൂപ്പർവൈസർ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓവർസിയേഴ്സ് സ്റ്റിഗ്മ ഇൻ ദി ഫൈൽഡ് സ്ക്രൂട്ടിനി വിച്ച് റിസൾട്ടഡ് ഇൻ ഫയറിംഗ് ഓഫ് ഹിസ് ജോബ് ആണ്. ഓവർസിയുടെ പാസ്റ്റൻസ് ഓവർസോ ആണ്. യെസ്. അടുത്ത് പറയാം ഓവർസി എന്ന് പറയുന്നത് വേർബാണ്. പാസ്റ്റൻസ് ഓവർസീന് വരും, V3 വരുമ്പോൾ, V2 ആൻഡ് V3 വരുമ്പോൾ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഓവർസിയർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ അറിയാലോ, ഓവർസിയർ ആണ്, ഓവർസിയർ അല്ലേ. ഓവർ സീ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, സൂപ്പറിൻറ്റൻഡ് ചെയ്യുക, റൺ ചെയ്യുക, മാനേജ് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, നടത്തിക്കൊണ്ട് പോകും, ഒരു കാര്യത്തിനെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകും, അതാണ് ഓവർസീ ചെയ്യുക എന്ന് പറയുക. സൂപ്പർവൈസ് ചെയ്യുക, സൂപ്പറിൻറ്റൻഡ് ചെയ്യുക, റൺ ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, മറക്കണ്ട, ദാറ്റ് ഈസ് ഓവർസീ. അടുത്ത് അനൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം അനൽ ചെയ്യുക മീൻസ് ഇൻവാലിഡേറ്റ് ആകുക അല്ലേ, എന്താ അസാധുവാക്കുക, നളിഫൈ ചെയ്യുക, റിപ്പീൽ ചെയ്യുക, റിസിൻഡ് ചെയ്യുക, റിവോക്ക് ചെയ്യുക. റിപ്പീൽ, റിസിൻഡ്, റിവോക്ക് എന്ന് പറയുന്നത് 3 ഒഫീഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയുന്നത് അങ്ങനെ ഫോർമൽ വേർഡ്സ് ആണ്. റിപ്പീൽ, റിസിൻഡ്, റിവോക്ക്. ക്യാൻസൽ എന്ന അർത്ഥത്തിലാണ് സെയിം സാധനം കേട്ടോ. ക്യാൻസൽ എന്ന അർത്ഥത്തിൽ പറയുന്ന സാധനമാണ് കേട്ടോ, അത് ഓർത്താൽ മതി. ക്യാൻസൽ അതിനാണ് നമ്മൾ ഒഫീഷ്യൽ വേർഡ്സ് ഞാൻ കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഇൻക്രിമെൻ്റൽ ഞാൻ പറയാം, ഡിക്രിമെൻ്റലിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളിന്ന് കണ്ട ഡിക്രിമെൻ്റലിൻ്റെ ഓപ്പോസിറ്റ്. ഡിക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡാണ് അല്ലേ, ബാക്ക്വേർഡ് പോകുന്ന സാധനത്തിനാണ് ഇത് പറയുന്നത് ഡിക്രിമെൻ്റൽ. അപ്പോൾ ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻ്റൽ. അപ്പോൾ ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, മുന്നോട്ട് പോകുന്ന, അഡീഷണൽ ആയിട്ട് പോകുന്ന അല്ലേ, ഗ്രാജുവൽ ആയിട്ടുള്ള, സ്റ്റെപ്പ് വൈസ് അഡീഷണൽ ആയിട്ടുള്ള, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള, നമ്മളത് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം അല്ലേ. ക്യുമുലേറ്റീവ് ആയിട്ടുള്ള അതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ഇൻക്രിമെൻ്റൽ. സ്റ്റെപ്പ് വൈസ്, ഗ്രാജുവൽ, അഡീഷണൽ, ക്യുമുലേറ്റീവ് എന്നൊക്കെ അർത്ഥം. ക്യുമുലേറ്റീവ് അതാണ് ഇൻക്രിമെൻ്റൽ. കൂടി ചേർന്ന് പോകുന്നത്, അഡീഷണൽ ഇൻക്രീസ് ചെയ്ത് പോകുന്ന സാധനം, അതാണ് നമ്മുടെ ഇൻക്രിമെൻ്റൽ. പക്ഷേ മറ്റേ ഡിക്രിമെൻ്റൽ നേരെ ബാക്ക്വേർഡായിട്ട് പോകുന്ന സാധനം, റിഗ്രസീവ് എന്ന അർത്ഥത്തിൽ, അതാണ് ഡിക്രിമെൻ്റൽ. ഓർത്താൽ മതിയേ. യെസ്. പോയിന്റിംഗ് ടു ദ സ്പിയർഹെഡ് Sarah said Ajay should oversee his crew for a widespread and effective outcome. For a widespread and efficient outcome. Okay, what's it? What an astonishing talk was her. അങ്ങനെയല്ല, was her എന്ന് പറയില്ല ലക്ഷ്മി, അപ്പോൾ മീനിങ് അല്ല. വാട്ട് ആൻ അസ്റ്റോണിഷിംഗ് ടോക്ക് വാസ് ഇറ്റ്. ഇതെന്ത് ടോക്കായിരുന്നല്ലേ, എന്നെ അടിപൊളി ടോക്കായിരുന്നല്ലേ എന്ന് കൊടുക്കണേ. വാട്ട് ആൻ അസ്റ്റോണിഷിംഗ് ടോക്ക് വാസ് ഇറ്റ്. ക്വസ്റ്റ്യൻ മാർക്ക് അല്ല, എക്സ്ക്ലമേഷൻ മാർക്ക്. അവിടെ അത് സെൻറ്റൻസ് എന്താ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. നമ്മുടെ വാട്ട് ആൻ അസ്റ്റോണിഷിംഗ് ടോക്ക് വാസ് ഇറ്റ്, എക്സ്ക്ലമേഷൻ മാർക്ക് കേട്ടോ. സീത ഗുഡ് മോർണിംഗ്. 2 ദിവസം യാത്രയിലായിരുന്നു ഞാൻ. ഇൻകംബന്റ് സിറ്റുവേഷൻ ഓഫ് ദ ഫാമിലി ഈസ് അലജഡ്ലി ബാഡ്. ഓക്കെ. It is incumbent on me to attend the meeting. Great. It is incumbent on me to attend the meeting. That's great. Her excellent overseeing helped to annul the existing errors in the document. Great. The judiciary has the power to annul laws which are anti-constitutional. That is great. Excellent. That's it. As a friend, I'm so happy to see his incremental growth in his career. That's great. That's great.
ഗുഡ് ഫോർ യു. അപ്പോൾ ഓക്കെ അല്ലേ, നമുക്ക് വൊക്കാബുലറി ഒക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് നമ്മുടെ ദിസ് ഇസ് ദ ലാസ്റ്റ് വേർഡ്. ഇപ്പോൾ കണ്ട ഇൻക്രിമെൻറ്റിലാണ് ലാസ്റ്റ് വേർഡ്. നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുകൊണ്ട് ഇന്നത്തെ ആർട്ടിക്കിൾ. ആൻഡ് ലെറ്റ്സ് ടേക്ക് ടൈം ആൻഡ് ഡു ഇറ്റ്. ദ കോളേജ് വാസ് ഓവർസീൻ. അമ്മല അത് പാസീവാണ് കൊടുത്തേക്കണേ. ആര്? പാരിഷ് പ്രീസ്റ്റ് ആണ് ഓവർസീ ചെയ്യുന്നത്. അപ്പോൾ പാരിഷ് പ്രീസ്റ്റിനാൽ ഓവർസീ ചെയ്യപ്പെടുന്നു എന്നാണ്, പാസീവ് വോയിസാണ്. അപ്പോൾ എന്നെ കൊടുക്കണം അമ്മല ദ കോളേജ് വാസ് ഓവർസീൻ, സൂപ്പർവൈസ്ഡ് ഈസ് ഓവർസീൻ ബൈ പാരിഷ് പ്രീസ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുക. കാരണം B+V3 വരുമ്പോൾ പാസീവ് വോയിസ് ആയി വരിക. അതൊന്ന് ശ്രദ്ധിച്ചോണേ. ആർട്ടിക്കിളോട് പോട്ടെ. അപ്പോൾ എല്ലാവരും ഒരു തംസപ്പ് ഇട്ട്, മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ട് പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. അതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങനെയാണോ നമ്മുടെ കളി? അങ്ങനെയല്ല. മൂവിങ് ഓൺ. റിപ്പോർട്ടിംഗ് റേപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ലെറ്റ്സ് see. Officials annulled his allotment since he failed to provide supporting documents. സുമി അതിൽ ഒരു കാര്യം മാത്രം പറയാം. അനൽഡ് സ്പെല്ലിങ് ANNULLED കേട്ടോ. അനൽ ഇത് പാസ്റ്റ് ടെൻസിലോട്ട് വരുമ്പോൾ DLED ആണേ. ശ്രദ്ധിച്ചാൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ റേപ്പ് റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ഇന്നു മുതലേ കാണുന്നല്ലോ, ഒരുപാട് കേസുകൾ നമ്മൾ കേട്ട്. റേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായ പല്ലവിയോ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അതിപ്പം ആണാകാം പെണ്ണാകാം. റേപ്പ് ഇസ് റേപ്പ് ഓൾവേസ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്തായാലും നോക്കാം. റേപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ആൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us എന്നുള്ളതായിട്ട് നമുക്ക് നോക്കാം. ദാറ്റ്സ് ഇറ്റ്. ഹി വർക്ക്സ് ഇൻ ടാൻഡം വിത്ത് ദ കോർപ്പറേറ്റ് in the nation by lending our properties with the sequestration of democracy, which resulted in a diatribe and fulmination. Okay, great. If our knowledge had been incrementing, I would have pushed her over knowledge. തെറ്റില്ലേ ശരത്തെ? അവിടെ ഇഫ് കണ്ടീഷണൽ ക്ലോസിൽ ഒരിക്കലും ഹാഡ് ബീൻ ഇൻക്രിമെൻറ്റിങ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ഇല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കൊടുത്തോ. ഇഫ് ഹർ നോളജ് ഹാഡ് ബീൻ ഇൻക്രിമെൻ്റൽ ഐ വുഡ് ഹാവ് പുഷ്ഡ് ഹർ ഓവർ നോളജ് എന്ന് കൊടുക്കണം കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മുടെ കണ്ടീഷണൽ സെൻറ്റൻസ് ഇല്ല. തേർഡ് കണ്ടീഷണൽ ലാസ്റ്റ് അതിൽ പാസ്റ്റ് പെർഫെക്റ്റേ ഉള്ളൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല. അപ്പോൾ അത് ഗ്രാമാറ്റിക്കലി തെറ്റാവും, ശ്രദ്ധിക്കണേ. ഓക്കെ, നോക്കിക്കോ. വിക്ടിംസ് ഓഫ് അസോൾട്ട് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി അറ്റ് എവറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. അല്ലേ, നമ്മളിപ്പോൾ റേപ്പിൽ വിക്ടിം ആയിട്ടുണ്ടെങ്കിൽ ആ വിക്ടിംസിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? വിത്ത് ഡിഗ്നിറ്റി അറ്റ് എവറി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. എത്ര രീതിയിലാണെങ്കിൽ എത്ര ദിവസം ഇൻവെസ്റ്റിഗേഷൻ നടന്നാലും എന്തൊക്കെ ട്രയൽ നടന്നാലും എല്ലാ സ്റ്റേജുകളിലും എത്ര സ്റ്റേജുകളുണ്ടോ ആ സ്റ്റേജുകളിൽ ഡിഗ്നിറ്റിയോടെ ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യണം. അതിപ്പോൾ വിക്ടിംസ് ആണെങ്കിലും അല്ലെങ്കിലും അല്ലേ. അതിപ്പോൾ എപ്പോഴും ഒരു മനുഷ്യനെ ഡിഗ്നിറ്റിയോടെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നന്ദീഷ സൂപ്പറായിരുന്നു, യാത്ര സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫോർ എ റേപ്പ് സർവൈവർ ട്രോമ കംസ് ഇൻ റിപ്പീറ്റ് ഡോസസ്. നമുക്കറിയാലോ, ഒരു റേപ്പ് സർവൈവ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രോമ എന്ന് പറയുന്നത് വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നൊരു സംഭവമാണ് അല്ലേ. അതിപ്പോൾ നമ്മൾ പേടിച്ചിപ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് കണ്ട് പേടിച്ച ആൾക്കാരിലും ട്രോമ എങ്ങനെയാണ് പെട്ടെന്ന് ഞെട്ടും ഇടയ്ക്കിടയ്ക്ക്. അത് നമുക്കറിയത്തില്ല, ഓരോരുത്തരെ എങ്ങനെയാണ് മെൻ്റലി അത് എഫക്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അനുഭവിച്ച ഒരാളാണെങ്കിലോ അല്ലേ, ഇഫ് that person suffered from a trauma ആണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കുക. ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് ദർ ഇസ് ഗ്രൂസം ആക്ട് ആൻഡ് ദെൻ ഫോളോസ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ഇൻ ദ അസോൾട്ട്. ആദ്യം ഈ ആക്റ്റിൽ അറിയാതെ അല്ലേ, ഈ ആക്ട് നമ്മൾ സഫർ ചെയ്യുന്നു ഒന്ന്. രണ്ടാമത് ഈ ഇത്ര ക്രൂരമായ ആക്ട് നമ്മൾ സഫർ ചെയ്യുന്നു. ദെൻ ഫോളോസ് ദ ഡിഫിക്കൽട്ട് ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ദ അസോൾട്ട്. എന്നിട്ടാണ് ഈ ആക്ട് നമ്മൾ അസോൾട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പോലീസുകാർ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടോ, അത് അതിന് വലിയ തലവേദനയാണ്. ഫോർ ഇയേഴ്സ് an impediment to coming forward about a sexual offence has been the finger test a survivor is subject to, a gross violation of privacy, a horror upon horrors. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചോദ്യമാണ്, വർഷങ്ങളായിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു തടസ്സമാണ്, ഒരു ഇംപ്ലിമെൻ്റാണ് ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം. സെക്ഷൽ ഒഫൻസിൽ ഏർപ്പെട്ട ഒരാൾ, ഇപ്പോൾ സെക്ഷൽ ഒഫൻസിൽ പെട്ടു, അതിൽ വിക്റ്റിമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ വോളണ്ടിയർ ചെയ്ത് അതിലോട്ട് വോളണ്ടിയർ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഏറ്റവും വലിയൊരു കഷ്ടപ്പാടാണ് ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മുടെ ഇറ്റ്സ് എ വജൈനൽ ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷനാണ്. അതിൽ കടന്നു പോകണം. അതിലോട്ട് പോകുമ്പോൾ ഇതൊരു വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. എസ്പെഷ്യലി കാര്യം വെച്ചാൽ ഒന്നാതെ റേപ്പ് വിക്റ്റിമായിട്ടിരിക്കുന്ന ആൾക്കാരെ വിക്റ്റിം അല്ലേ, ആ ആൾ സഫർ ചെയ്തൊരു ബുദ്ധിമുട്ടില്ല, അത് എന്താ പറയുക, കൂനിന്മേൽ കുരു അതെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഹൊറർ ആഫ്റ്റർ ഹൊറർ അപ്പോൺ ഹൊററാണ് ഈ പറയുന്ന നമ്മുടെ ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത അശാസ്ത്രീയപരമായിട്ടൊരു സാധനമാണിത്. ഓൺ മൺഡേ, കഴിഞ്ഞ മൺഡേ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ മൂവ് ടു മേക്ക് അമെൻഡ്സ്, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. അമെൻഡ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മാറ്റങ്ങൾ, ഭേദഗതി വരുത്തുന്നു. ഡിക്ലെയറിംഗ് that any person conducting the invasive 2-finger or 3-finger vaginal test on rape or sexual assault survivors will be found guilty of misconduct. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ മൺഡേയിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്, അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പേഴ്സൺ
ഇൻവേഴ്സീവ് ഫിംഗർ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ 2 ഫിംഗർ ഓർ 3 ഫിംഗർ ടെസ്റ്റ് നടത്തുകയാണ്, വജൈനൽ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ, ഒരു റേപ്പ് വിക്ടിമിൻ്റെ മുകളിൽ നടത്തുകയാണെങ്കിൽ, ഓർ ഒരു സെക്ഷൽ അസോൾട്ട് സർവൈവറിൽ അല്ലെ ഒരു വിക്ടിമിലോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ അസോൾട്ട് സർവൈവറിലോ നടത്തുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് മിസ്കോണ്ടക്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ മിസ്കോണ്ടക്ട് നടത്തി എന്നുള്ള രീതിയിൽ നമുക്കതിനെ കുറ്റം ചുമത്താൻ പറ്റും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചുകൊള്ളുക, ഇനി മുതൽ നമ്മുടെ റേപ്പ് വിക്ടിം ആയിക്കോട്ടെ സർവൈവർ ആയിക്കോട്ടെ അവർക്ക് ഒരിക്കലും ഫിംഗർ ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് അഗൈൻസ്റ്റ് ലോ എന്നുള്ളത് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. Moving on, calling it regressive, backdated, the bench led by Justice D.Y. Chandrachud said, അപ്പോൾ നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, this so-called test has no scientific basis and neither proves nor disproves allegations of rape. It instead re-victimizes and re-traumatizes women who may have been sexually assaulted and is an affront to their dignity. The apex court said whether a woman is habituated to sexual intercourse or habitual to sexual intercourse is irrelevant for the purpose of determining whether there has been a rape under section 375 of the Indian Penal Code. The test, it said, is based on the incorrect assumption that a sexually active woman cannot be raped, and it is patriarchal and sexist too. നോക്കാം, പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ DY ചന്ദ്രചൂഡിൻ്റെ കീഴിലുള്ള ബെഞ്ച് ഓഫ് ജഡ്ജസ് കഴിഞ്ഞ ദിവസം ഇതിനെ എക്സാമിൻ ചെയ്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇവർ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് റിഗ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊക്കെ അങ്ങ് പുരാതന കാലഘട്ടത്തിലുള്ള കാര്യമാണ്, എന്താ പറയുക ബാക്ക്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ് എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ DY ചന്ദ്രചൂഡിൻ്റെ കീഴിലുള്ള ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടപെട്ട് അതിനെ അമെൻമെൻറ്റ്സ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തു. ദിസ് ഇസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കാര്യം ഈ ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റത്തില്ല. ഒരു റേപ്പ് നടന്നോ അത് നടന്നില്ലയോ എന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ ഒരു തരത്തിലുള്ള ഒരു തെളിവും സയൻറ്റിഫിക്കായിട്ട് തെളിവും ഇവിടെ കിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ഒരു അനാവശ്യമായ ഒരു ചടങ്ങ് അല്ലേ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ വിക്ടിമൈസ് ചെയ്ത ആ വ്യക്തി വീണ്ടും റീവിക്ടിമൈസ് ചെയ്യപ്പെടുകയും റീട്രമാറ്റൈസ് സെയിം സാഹചര്യത്തിലുള്ള അല്ലെ സെയിം എക്സ്പീരിയൻസിലൂടെ വീണ്ടും കടന്നു പോകണം ഒരു സ്ത്രീ അല്ലേ? അങ്ങനെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഓൾറെഡി സെക്ഷൽ അസോൾട്ടഡ് ആയ ഒരാൾ റീവിക്ടിമൈസ് ചെയ്യുമ്പോൾ റീട്രമറ്റൈസ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് ഈ നടക്കണേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ഇൻസൾട്ടിങ് ദറ്റ് പേഴ്സൺ. ആ പേഴ്സൺ ഒരു ഇൻസൾട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും ഇൻസൾട്ട് ചെയ്ത് കൊടുത്തിട്ട് പറയുകയാണ് അല്ലെ, വീണ്ടും അവരെ ഇൻസൾട്ട് ചെയ്ത് അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഡിഗ്നിറ്റിക്ക് തന്നെ ഒരു മോശമായിട്ടല്ലേ നമ്മളതിനെ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് നോട്ട് ടു ബി ഡൺ എന്നാണ് പറയുന്നത്. കാര്യം അപ്പെക്സ് കോർട്ട് പറയുകയാണ്, നമ്മുടെ പരമോന്നത നീതിപീഠം പറയുന്നതാണ്, ഒരു സ്ത്രീ ഹാബിച്വേറ്റഡ് ആയിട്ട് പോകണം, അക്കസ്റ്റംഡ്. ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്ന ഒരു സ്ത്രീയാണ്, നോർമലി സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആരാണെങ്കിലും, ഓർ ഹാബിച്വൽ ടു സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഒന്ന് അക്കസ്റ്റംഡ് ആയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ആണോ ഇല്ലയോ എന്നുള്ളതിൽ പ്രസക്തി ഇല്ല അല്ലേ? ഇപ്പോൾ ഒരാൾ എന്താ വിർജിനാണോ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരാൾ വിർജിനാണോ അല്ലെങ്കിൽ സെക്ഷൽ ആക്റ്റീവായ സ്ത്രീ ആണോ എന്നുള്ളതിൽ പ്രസക്തി ഇല്ല. റേപ്പ് ചെയ്യപ്പെടുന്നതും ഇതും തമ്മിൽ രണ്ടല്ലേ? ഇതെന്തിനാണ് ആ ഒരു പോയിന്റ് അവിടെ പറയേണ്ട കാര്യം? ഇറ്റ് ഇസ് ഇറലവൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ്. ഈ സെക്ഷൻ 375 ഇതിൽ കേസിൽ പറയുമ്പോൾ ഈ കാര്യത്തിൽ പ്രസക്തി ഇല്ല, അപ്രസക്തമായ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അവിടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 375 കീഴിൽ ഈ ഡിറ്റർമിൻ ചെയ്യുന്നപ്പോൾ അവർ സെക്ഷലി ആക്റ്റീവ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതിൽ പ്രസക്തി ഇല്ല. റേപ്പ് ചെയ്യപ്പെട്ടോ ഇല്ലയോ, ആ ഒരു കുറ്റം അവരുടെ മേലെ ഒരാൾ നടത്തി എന്നുള്ളതിലാണ് പ്രസക്തി ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ വെച്ചുകൊണ്ട് ഊഹം വെച്ചുകൊണ്ട് നമ്മൾ സെക്ഷലി പറയുന്നതാണ്, സെക്ഷലി ആക്റ്റീവായ ഒരു വുമൺ ആണെങ്കിൽ, ഓൾറെഡി സെക്ഷലി ആക്റ്റീവായ ഒരു വുമൺ ആണെങ്കിൽ അവരെങ്ങനെ റേപ്പ് ചെയ്യപ്പെടുക? ദേ കനോട്ട് ബി റേപ്ഡ്. അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? വാട്ട് എ സയൻറ്റിഫിക് ബേസിസ് ഇറ്റ് ഹാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ വളരെ പെട്രാർക്കലായിട്ടുള്ളൊരു അല്ലേ ഒരു ചിന്താഗതിയായിട്ടും സെക്സിസ്റ്റ് ചിന്താഗതിയായിട്ടും അല്ലെ നമ്മളതിനെ ഒരു വേറൊരു ലെവലിൽ തന്നെ കാണും. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിഫറൻസിനെ പറ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു സജസ്റ്റ് ദാറ്റ് എ വുമൺ കൻ നോട്ട് ബി ബിലീവ്ഡ് വെൻ ഷീ സ്റ്റേറ്റ് ദാറ്റ് ഷി വാസ് റേപ്ഡ്. അപ്പോൾ അവൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്നോട് പറഞ്ഞാൽ അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരാളെ നമ്മൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അവളെ ബിലീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇതിലോട്ടാണ് ഈ ഒരു നിയമം പൊയ്ക്കൊണ്ടിരുന്നത്. അതിനെതിരെയാണ് DY ചന്ദ്രചൂഡ് ഇടപെട്ടത്, അവരുടെ ബെഞ്ച് ഓഫ് ജഡ്ജസ് ഇടപെട്ടത്. ആൻഡ് മൂവിംഗ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്, ദ കോർട്ട് പോയിന്റഡ് അറ്റ് എ ലെജിസ്ലേറ്റീവ് മെഷർ ഓഫ് 2013 when section 53A was added to the Indian Evidence Act, which clearly said that evidence of a victim's character or of her previous sexual experience with any person shall not be relevant to the issue of consent or the quality of consent in prosecutions of sexual offences. The Ministry of Health and Family Welfare had issued guidelines saying that finger tests must not be conducted. The court upset that the practice still continues, has directed the union and state governments to do everything to spread
പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോൾ കോർട്ട് പോയിന്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ലെജിസ്ലേറ്റീവ് മെഷർ ഓഫ് 2013, അതായത് സെക്ഷൻ 353A ഇതിലോട്ട് ഇന്ത്യൻ പീനൽ കോഡിലോട്ട് ആഡ് ചെയ്യപ്പെട്ടതാണ്. സെക്ഷൻ 53A ആഡ് ചെയ്യപ്പെട്ടാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ആക്ടിലോട്ട് ആഡ് ചെയ്യപ്പെട്ട ഒരു സെക്ഷൻ 53A ഉണ്ട്, ആക്ട് ചെയ്യപ്പെട്ടത്. അതൊരു ആ ലെജിസ്ലേറ്റീവ് മെഷറിനെ പറ്റിയാണ് ഇവിടെ കോർട്ട് എടുത്ത് പറയുന്നത്. നമ്മുടെ ഒരു ലെജിസ്ലേറ്റീവ് മെഷറാണ്, 2013 ലെജിസ്ലേറ്റീവ് മെഷറാണ്. അത് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. 53A ആഡ് ചെയ്യപ്പെടുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലോട്ടോ. അതിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു വിക്ടിമിൻ്റെ ക്യാരക്ടർ ഓർ അവരുടെ ഒരു വിക്ടിമിൻ്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ സ്വഭാവമോ ഓർ അവരുടെ പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസോ ഒരിക്കലും റെലവൻ്റ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിഡൻസ് എടുക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളൊരു തെളിവെടുക്കുമ്പോൾ അവരുടെ നേരത്തെ ക്യാരക്ടർ എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസ് പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നോ ഉള്ളത് നോക്കി മുഖവരയ്ക്ക് എടുത്തുകൊണ്ടല്ല നമ്മളൊരിക്കലും എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ യു മസ്റ്റ് നോട്ട് ബി ബയസ്ഡ് അല്ലേ, അവരുടെ ക്യാരക്ടർ ഉണ്ടാ, അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു മുദ്രകുത്തൽ നമുക്കുണ്ട്. അതാണ്. അപ്പോൾ അത് ഈ പറയുന്ന അതിലൊരു റെലവൻസ് ഇല്ല. ഓക്കെ, അവിടെ ഈ പറയുന്ന കൺസെൻറ്റിൻ്റെ ക്വാളിറ്റി, അവിടെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു, ഇഷ്യൂ ഓഫ് കൺസെൻറ്റ് എന്നുള്ള പറഞ്ഞത് ഷാൽ നോട്ട് ബി റെലവൻറ്റ് കേട്ടോ. അവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പ്രോസിക്യൂഷൻസ് നമുക്ക് കൃത്യമായിട്ട് നടത്താൻ പറ്റില്ല. അവിടെ ശിക്ഷ വിധിക്കാൻ പറ്റില്ല. ഈ സെക്ഷൽ ഒഫൻസിന് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. അതവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കും. അതുകൊണ്ടാണ് പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പോലും പോകാത്തത്. കാരണം പോലീസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് ഇവരുടെ സ്വഭാവം ശരിയല്ല. സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കണം. എന്തൊരു കഷ്ടമാണ് നോക്കണേ. അതാണ് പ്രശ്നം. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ സുപ്രീം കോർട്ട് പറയാണ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അവരോട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ മിനിസ്ട്രിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം അവരാണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണക്കാരിലോട്ട് അവയർനെസ് കൊടുക്കും. കാരണം പലർക്കും അറിയില്ലല്ലോ ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ടെസ്റ്റ് നടന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിന് അങ്ങനെ ഒരു ടെസ്റ്റ് നിയമപരമായിട്ട് എതിരാണ് എന്നുള്ള പറയുന്ന പല കുട്ടികൾക്കും പല ആൾക്കാർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ കാര്യം അവരോട് പറഞ്ഞു, ഇങ്ങനൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഫിംഗർ ടെസ്റ്റ് ഒരിക്കലും കണ്ടക്ട് ചെയ്യരുത്, അത് പരമാവധി എല്ലാവരോടും സ്പ്രെഡ് ചെയ്യുക. ഈ പ്രാക്ടീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ കോർട്ട് ആകെപ്പാട് അപ്സെറ്റായി ഇക്കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്, ഡു എവറി പോസിബിൾ മീൻസ്, എന്ത് പോസിബിൾ മീൻസ് ഉണ്ടോ അതൊക്കെ എടുക്കുക ടു സ്പ്രെഡ് ദ മെസ്സേജ്, എല്ലാവരിലോടും എത്തിക്കുക, ഇങ്ങനൊരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. കാര്യം ഫിംഗർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലീഗൽ, അത് നടത്താൻ പാടില്ല. ഇൻക്ലൂഡിംഗ് അമെൻഡിംഗ് ദ മെഡിക്കൽ കറിക്കുലം സോ ദാറ്റ് ദ സ്റ്റുഡൻസ് ആർ അവെയർ ദാറ്റ് ദ ഫിംഗർ ടെസ്റ്റ് പ്രൊസീജിയർ ഇസ് നോട്ട് ടു ബി ഫോളോഡ് വൈൽ എക്സാമിനിങ് എ റേപ്പ് സർവൈവർ. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ബുക്കിൽ എന്തുണ്ടോ അത് പഠിച്ചിട്ടല്ലേ വെക്കുക. അപ്പോൾ അവർ പഠിക്കുമ്പോൾ അതിൽ അമെൻമെൻറ്റ്സ് വരുത്തിയിട്ട് അവിടെ ചേഞ്ച് വരുത്തിയിട്ട് പറയണം, ഇനി മുതൽ ഒരു റേപ്പ് സർവൈവറെ വിക്ടിമിനെ അല്ലെങ്കിൽ സർവൈവറെ എക്സാമിൻ ചെയ്യുമ്പോൾ ഫിംഗർ ടെസ്റ്റ് കൊടുക്കരുത്. അങ്ങനെ ഒരു പ്രൊസീജിയർ അതിലില്ല. ഫിംഗർ ടെസ്റ്റ് എന്ന പ്രൊസീജിയറിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അതില്ല എന്ന് അവർക്ക് ആ മെഡിക്കൽ കരിക്കുലത്തിൽ മാറ്റം വരുത്തണമെന്ന് നമ്മുടെ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡെസ്പൈറ്റ് ദ സ്ട്രിഞ്ചന്റ് ലോസ് ഇൻ പ്ലേസ്, ഒരുപാട് ലോസ് ഉണ്ട് കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലോസ് നമുക്കുണ്ട്, നമുക്കറിയാമല്ലേ, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ലോസ് ഉണ്ട്. അതിന് ശേഷം നിർഭയ കേസ് അല്ലേ, ഡൽഹി കേസ് നമുക്കറിയാം, നിർഭയ റേപ്പ് കേസിന് ശേഷം 2012 നിർഭയ കേസിന് ശേഷം ഒരുപാട് എന്താ പറയുക സ്ട്രിഞ്ചന്റ് ലോസ് വന്നിട്ടുണ്ടെങ്കിലും കാര്യം എന്താ അതിന് കാര്യം, നിർഭയ കേസിന് ശേഷമാണ് ഈ പറഞ്ഞ സ്ട്രിഞ്ചന്റ് ലോസ് ഒരുപാട് വന്നത്. അതുവരെ ഉള്ള ലോസൊക്കെ വളരെ എന്താ പറയുക വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലോസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഒരുപാട് ലോസ് വന്നിട്ടുണ്ട്. എന്നിട്ടും തിങ്സ് ഓൺ ദ ഗ്രൗണ്ട് ഹാവ് നോട്ട് ഇംപ്രൂവ്ഡ്. എന്നിട്ടും നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഹാവ് നോട്ട് ബീൻ ഇംപ്രൂവ്ഡ് ഫോർ എ സർവൈവർ ഹു ഹാസ് ടു ബാറ്റിൽ സ്റ്റിഗ്മ ആൻഡ് there are many other prejudices, not least the assumption she is to be blamed for an assault. നമുക്കറിയാം അല്ലേ, ഇപ്പോഴും അപ്പോഴും മാറ്റമില്ലാതെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സർവൈവർ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് നാണക്കേടുകൾ ബാറ്റിൽ ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രജുഡിസ് അല്ലെ, മുൻവിധികളുടെ ബയസ് ഒരുപാട് ബയസ് മറ്റുള്ളവരുടെ മുൻവിധിക്കൊക്കെ കീഴടങ്ങി ഇങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യമായിട്ടു. പിന്നെ മാത്രമല്ല വേറൊരു അസംപ്ഷൻ, ഊഹമുണ്ട് നമുക്കെല്ലാവർക്കും. സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ്, അവളെ പറഞ്ഞാൽ മതി, അവൾ കാരണം എല്ലാം ഷീ ഈസ് ടു ബി ബ്ലെയിംഡ് ഫോർ ദാറ്റ്. അസോൾട്ടിന് അവളെ ബ്ലെയിം ചെയ്താൽ മതിയല്ലോ, അവളെ പറഞ്ഞാൽ മതിയല്ലോ, അവളാ കാരണക്കാരി എന്നാണ് പറയുള്ളൂ. അല്ലാതെ ചെയ്ത ആളിവിടെ എപ്പോഴും നീതിമാനാണ്, എപ്പോഴും ഹീറോ ആണ്, ഹീറോ ഓഫ് ദ സ്റ്റേറ്റ്, ഹീറോ ഓഫ് ദ കൺട്രി ആണ് എപ്പോഴും. അതാണ് അവിടുത്തെ പ്രശ്നം. റേപ്സ് ഓഫൻ ഗോ അൺറിപ്പോർട്ടഡ്, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ പലതും അറിയപ്പെടാതെ പോലും പോകാറുണ്ട്. ആൻഡ് ദ കൺവിക്ഷൻ റേറ്റ് ഇസ് ടു ലോ, 28.6% in 2021 according to National Crimes Record Bureau data. It is now up to the government's health centers and police stations to
to act with sensitivity and without discrimination and ensure. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലും നടക്കാത്തത് ഈ പറഞ്ഞ നാണക്കേട് പേടിച്ചുകൊണ്ടാണ്, ഷെയിം ആൻഡ് സ്റ്റിഗ്മ പേടിച്ചുകൊണ്ടാണ്, പ്രജുഡിസ് പേടിച്ചുകൊടുത്തിട്ടാണ്, ഈ അസംഷൻ വരുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് പലരും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വന്നത്. അതുകൊണ്ട് ക്രൈം റേറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വളരെ ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കി ഇറ്റ്സ് ലൈക്ക് 28.6% 2021 വന്ന് റേപ്പ് നടക്കാതിരുന്നിട്ടാണോ? എവിടെ? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ അളവ് കുറവ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദാറ്റ് മീൻസ് അതിന് മുന്നോട്ട് വന്നത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ല ഇപ്പോഴും ആൾക്കാർക്ക്, അല്ലേ? ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതിന് പറ്റുന്നില്ല. കാരണം ജനാധിപത്യ രാജ്യം ഉണ്ടായിട്ട് എന്താ കാര്യം? എപ്പോഴും സ്റ്റിഗ്മ ആൻഡ് പ്രജുഡിസിലൂടെ കടന്നു പോകാനേ പറ്റുള്ളൂ. എന്തൊരു നാണക്കേട്, എന്തൊരു വിധി എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഇനിയുള്ള ഉത്തരവാദിത്വം ഇസ് ടു ബി ഡിസൈഡഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു ബി ദ റെസ്പോൺസിബിലിറ്റി ഓർ ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഹെൽത്ത് സെൻറ്റേഴ്സ്, ഗവൺമെൻറ്റ്സ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻസ് ആണ് ഇനി ഇതിന് ആക്ട് ചെയ്യേണ്ടത്. വളരെ സെൻസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണെന്ന്, വളരെ സെൻസിറ്റീവായിട്ട് എടുക്കുക, വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസ്ക്രിമിനേഷൻ ഒരാൾക്കും അവിടെ ഒരു എല്ലാവർക്കും ഈക്വലായിട്ട് നീതി കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. അവിടെ ഡിസ്ക്രിമിനേഷൻ അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. ആൻഡ് എൻഷുർ വിമൻ ഹാവ് ആക്സസ് ടു ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി. നീതിക്ക് ആക്സസ് ഉണ്ട് വിമന്, ഡിഗ്നിറ്റിക്ക് ആക്സസ് ഉണ്ട് വൈൽ റിപ്പോർട്ടിംഗ് റേപ്പ് എന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് വളരെ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ആർട്ടിക്കിളാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയല്ലോ? ദ gruesome activity society is a symbol to lead to superstitious beliefs from civilized culture. DY Chandrachud is now all set to be next CGI. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതെ സത്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങളല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പല്ല. ദ ഇൻകംബന്റ് പ്രസിഡന്റ് annulled current rules and implemented new stringent rules to tackle gruesome activities. Yes. Victims have to face many resentment stages to gain justice. Great. ഞാൻ എന്താ യാത്രയെപ്പറ്റി എന്താ പറയാത്തതോ? ലിറ്ററലി യാത്രയെപ്പറ്റി പറയണമെന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അടുത്ത വരും ദിവസങ്ങളിൽ പറയാട്ടോ. നമ്മുടെ ആർട്ടിക്കിൾ പറയുമ്പോഴേ നമ്മുടെ സമയം ഇപ്പം നമുക്ക് സമയം വളരെ കുറവല്ലേ, തൊട്ടടുത്ത് ക്ലാസ് വരുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ് വരുമ്പോൾ നമ്മൾ നിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ചാടിക്കയറി പെട്ടെന്ന് ആർട്ടിക്കിളിലോട്ട് പോയത് കേട്ടോ. യാത്ര ഭയങ്കര സുഖമായിരുന്നു, രസമായിരുന്നു, നല്ല രസമായിരുന്നു. വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു യാത്രയായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് ഗ്രേറ്റ്. അടിപൊളി യാത്രയായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ, വന്നത് വളരെ താമസിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഭയങ്കര ഡെസ്പല്ല, ഐ മീൻ ഭയങ്കര ടയേർഡ്. ബോഡി ഇസ് നോട്ട് ബോഡി സമ്മതിക്കുന്നില്ല വന്ന് യൂട്യൂബിൽ ഇരിക്കാനോ ക്ലാസ് എടുക്കാനോ അങ്ങനെയൊക്കെ. ബട്ട് മറ്റ് ക്ലാസ്സിലെടുത്തു, രാത്രിയിൽ SSCയുടെ ക്ലാസ്സുകളൊക്കെ എടുത്തായിരുന്നു. അപ്പം മനസ്സിലായത് വിശ്വസിക്കുവാണ്. നമുക്ക് പോകാം. നമ്മുടെ ആർട്ടിക്കിൾ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്പോട്ട് ദറിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു. However, in the backdrop of the unrelenting acrimony among Raj Bhavan and the cabinet, it may have not evoked any serious response. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ. ഓക്കെ, നോക്കിക്കേ. In the backdrop of unrelenting acrimony among Raj Bhavan and the cabinet, എന്തായിരുന്നു ഒരു തരുന്നത്? ഒരുപാട് പേര് എനിക്ക് തരുന്നു. രാമേശ്വരം, മധുരൈ, ധനുഷ്കുടിയൊക്കെ ആയിരുന്നു യാത്ര. അങ്ങ് എൻഡിലോട്ടാണ് ഞാൻ പോയത്. ഓക്കെ, യെസ്. അമ്മങ് രാജ്ഭവൻ, രണ്ട് കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഒന്ന് രാജ്ഭവൻ, രണ്ടാമത് ക്യാബിനറ്റും രാജ്ഭവനും തമ്മിലെന്ന് പറയുമ്പോൾ അവിടെ അമ്മങ് അല്ല പറയേണ്ടത്, എന്ത് കൊടുക്കണം? ബിറ്റ്വീൻ കൊടുക്കണം. ദാറ്റ്സ് ഇറ്റ്. ആൻസർ എന്ത് വേണം? ബിറ്റ്വീൻ രാജ്ഭവൻ ആൻഡ് ദ ക്യാബിനറ്റ് കൊടുക്കണം, അല്ലേ? കാര്യം ബിറ്റ്വീൻ ആൻഡ് കോറിലേറ്റീവ് ആണ്, അതും കൂടെ ഓർത്തോളം. ബിറ്റ്വീൻ ആൻഡ് കോറിലേറ്റീവ് ആണ് ഫസ്റ്റ് തിങ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, രണ്ട് കാര്യത്തെ പറ്റി പറയുമ്പോൾ, എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്ത് കൊടുക്കണം? അമങ് അല്ല, ബിറ്റ്വീൻ എന്ന് തന്നെ കൊടുക്കണം. അതാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോകുമ്പോഴേക്കും, വൈൽ ലൂല വാസ് ഇൻ പവർ ബിറ്റ്വീൻ 2003 and 2008, ഹിസ് പോളിസീസ് ലിഫ്റ്റഡ് സം 25 million Brazilians ഔട്ട് ഓഫ് പോവർട്ടി. ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാൻ മറക്കണ്ട കേട്ടോ. സിമ്പിളാണ്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കിട്ടുന്ന ആൻസറേ ഉള്ളൂ. നമ്മൾ റൂൾസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളിത് കിട്ടും. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ബി കണക്റ്റഡ് വിത്ത് ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ട് ആവാതിരിക്കട്ടെ. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Attendant കേരള സെൻട്രൽ എക്സാംസ് ആണ് നമ്മുടെ ടെലിഗ്രാം ചാനൽസ്, വിട്ടുപോകണ്ട. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ആൻസർ എനിക്ക് കോമൻറ്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. അഡ്ജക്റ്റീവ് വരുമ്പോൾ അണ്ടർലൈനിങ്ലി വരില്ലേ എന്നോ? ഏത് അണ്ടർലൈനിങ്ലി എന്താണ്? ഇല്ലില്ല. അഡ്ജക്റ്റീവ് വരുമ്പോൾ അണ്ടർലൈനിങ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അണ്ടർലൈനിങ് എക്കോണമി ഇവിടെ അണ്ടർലൈനിങ്ലി വരില്ലല്ലോ, അത് ഓൾറെഡി അഡ്ജക്റ്റീവ് അല്ലേ കേട്ടോ. അണ്ടർലൈനിങ് സപ്പോർട്ട് എന്നൊക്കെ പറയില്ലേ കേട്ടോ, അത് മറക്കണ്ട പാർവതി. ഓൾ റൈറ്റ്. അപ്പോൾ താങ്ക് യു എവ്രി വൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ. കാണാം. ബൈ.